കർത്താവേ ദൈവമേ, കാരുണ്യവാനും നിത്യനൊടിയങ്ങളെ കരുണയോട് കാക്കുന്നതുമായ സ്വർഗീയ ദൈവം തമ്പുരാനെ, കർത്താവേ ഏഴകളാകുന്ന ദൈവമേ, സന്ധ്യാസമയത്തപ്പ ഞങ്ങളുടെ സന്നിധിയോട് സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഞങ്ങൾ കുടുംബഭാരമായ കർത്താവേ ഈ ദിവസം നിന്റെ സന്നിധി കടന്നു വന്നിരിക്കുന്ന കർത്താവേ ദൈവമേ, ഞങ്ങളുടെ കൂടെ നടത്തുന്ന എല്ലാ അനുഗ്രഹം നന്ദിയോട് സ്തോത്രം കർത്താവേ. അടിയങ്ങളെ ഈ ഒറ്റ കുടുംബഭാരം അനുഗ്രഹമാക്കി തീർക്കണം കർത്താവ്. ദേശത്തിന് ഞങ്ങളുടെ ഇടവക കുടുംബങ്ങൾക്കത് അനുഗ്രഹമാക്കി തീർക്കണം കർത്താവ്. ദൈവമേ, പ്രകടന അനുഗ്രഹമുള്ള ദൈവമേ, പ്രകടനം നിയന്ത്രിച്ച അനുഗ്രഹത്തോടാക്കി നന്ദിയോട് സ്തോത്രം കർത്താവേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഏൽപ്പിക്കുന്ന കർത്താവ് ദൈവമേ, പ്രയാസത്തിനും ഭാരത്തിനും ഒത്തിരി പേരുണ്ട്, രോഗത്തിനവരുണ്ട് കർത്താവേ, സൗഖ്യത്തിൻ്റെ വാക്കുകളുണ്ട് ദൈവമേ. ഞങ്ങളുടെ ദേശത്തിനായി സ്തോത്രം കർത്താവേ. പലരുടെ യുദ്ധത്തിന് പ്രയാസങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, വലിയ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, അടിയങ്ങളുടെ ദേശത്തിൻ്റെ അനുഗ്രഹത്തോട് കാത്തു പരിപാലിക്കുന്ന വലിയ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, പിതാവേ, അടിയങ്ങളെ കാത്തു പരിപാലിക്കുന്നവർക്കായി നന്ദിയോട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ദേശത്തിൻ്റെ പല ഭാഗത്തുണ്ട് കർത്താവേ, വല്ലം ഭാരത്തിൻ്റെ പ്രയാസം നൽകാതിരിക്കുന്ന കർത്താവേ. പ്രകൃതിക്ഷോഭത്താൽ വീടുകൾ നഷ്ടപ്പെട്ട് കർത്താവേ, പാർപ്പിടം നഷ്ടപ്പെട്ട് ദൈവമേ, യുദ്ധത്തിൻ്റെ ഗതികളാലെ കർത്താവേ, പല കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് പട്ടിണി മരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കർത്താവ്, ദേശത്ത് സമാധാനം ഇല്ലാതിരിക്കുന്ന കർത്താവേ, അടിയങ്ങളെ കാത്തുവരും നന്ദിയോട് സ്തോത്രം കർത്താവേ. ദൈവമേ, കർത്താവ് ഞങ്ങളെ കാക്കുന്ന നന്ദിയോട് സ്തോത്രം കർത്താവ്. ഞങ്ങളുടെ ഇടവേ മുറ്റുമാർ വർഷങ്ങൾ തട്ട് കർത്താവേ, ഈ വർഷ കുടുംബം അനുഗ്രഹമാക്കി തീർക്കണം കർത്താവ്. കഴിഞ്ഞ ദിവസങ്ങൾ നന്ദിയോട് സ്തോത്രം കർത്താവ്. സ്വർഗത്തുനാഥാ, അടിയങ്ങൾ പ്രാർത്ഥന കേട്ട് നിന്റെ സന്നിധി വരുന്ന കൂടുമ്പോൾ ദൈവമേ, അനുഗ്രഹത്തിന് മാനി ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനാണ് സ്തോത്രം കർത്താവ്. ഇതിനൊക്കെ നേരത്തെ കൊടുക്കുന്ന ബഹുമാന പ്രാർത്ഥനയായി സ്തോത്രം കർത്താവേ. ശക്തിയും കരുത്തും ബലം കൊടുക്കണം കർത്താവ്. ദൈവമേ, പ്രിയ ഒറ്റമയ്ക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം കർത്താവ്. പ്രത്യേകിച്ച് പ്രിയമാതാവ് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിനോട് സ്തോത്രം കർത്താവ്. കൊടുക്കുന്ന എല്ലാവരും നന്ദിയോട് സ്തോത്രം കപ്പ. ഇന്ന് ഞങ്ങൾക്ക് വചനമായി നിൽക്കുന്ന ബഹുമാനപ്പെടുത്താൻ സ്തോത്രം കർത്താവേ. യാത്രയൊക്കെ നീ കൂടുതൽ നന്ദിയോട് സ്തോത്രം കർത്താവേ. കേൾക്കുന്ന വചനം അനുഗ്രഹമാക്കി തീർക്കണം കർത്താവ്. ദൈവമേ, ഈ കുടുംബത്തെ മറ്റുമായി ഏർപ്പെട്ട് കർത്താവ്. ദൈവമേ, പ്രദാസിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ തമ്മിൽ കൂടെ ഇരിക്കുന്ന നന്ദിയോട് സ്തോത്രം കർത്താവേ. സഹോദര ഭവനങ്ങളൊക്കെ അനുഗ്രഹിക്കണം കർത്താവേ. കുടുംബം അനുഗ്രഹിക്കണം കർത്താവേ. പ്രാർത്ഥന ഈ കുടുംബത്തിന് അനുഗ്രഹമാക്കി തീർക്കണം കർത്താവ്. ഞങ്ങൾ ദൈവമേ, അല്പസമയം ഇരിക്കട്ടെ കർത്താവ്. പ്രാർത്ഥനയോടിരിക്കുമ്പോൾ എൻ്റെ വചനങ്ങൾ കേൾക്കാൻ എന്നോട് സ്തോത്രം കർത്താവേ. പ്രാർത്ഥനയോടിരിക്കുന്ന ഞങ്ങളുടെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം കർത്താവേ. ദൈവമേ, ഇന്ന് കടന്നു വന്നിരുന്ന് അനുഗ്രഹിക്കണം കർത്താവേ. പ്രയാസങ്ങളാൽ ഭാരങ്ങളാൽ ആരെങ്കിലും ഉണ്ടെന്ന് കർത്താവേ, രോഗത്തിൻ്റെ ആരെങ്കിലും ഉണ്ട് തമ്പുരാനെ, ഈ യോഗം വിട്ട് വരുമ്പോൾ സൗഖ്യദായനോട് കൂടെ ഉള്ളത് കേൾക്കാൻ സഹായിക്കണം കർത്താവേ. അതിനാൽ നാളത്തെ വിശുദ്ധ കുർബാനയ്ക്ക് അനുഗ്രഹമാക്കി തീർക്കണം ദൈവമേ. എല്ലാം ഭംഗി ചന്തമാക്കി തീർക്കണം കർത്താവ്. നീ എന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവേ. അല്പസമയം കൃപയെ കാത്തു പരിപാലിക്കണമെന്ന് തമ്പുരാൻ കേൾക്കുമാറാകണമേ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പേജ് എന്നുള്ള പാട്ട് നമുക്ക് പാടി ഇന്നത്തെ പ്രാർത്ഥന ആരംഭിക്കാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പേച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പേച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ വേണം മാലിന്യം മാറേണം നെഞ്ചനമുണർന്നു വേല ചെയ്യുക. പിന്മഴ വേണം മാലിന്യം മാറേണം നെഞ്ചനമുണർന്നു വേല ചെയ്യുക. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച
ആശ്വസിച്ചിടാൻ ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആഘോഷമായി ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആഘോഷമായി ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ പിന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്നോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും. ഒരുമിച്ച് എല്ലാവർക്കും ചേർന്ന് കരങ്ങളെ അടിച്ചു പാടും. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടുമെന്നും ഞാൻ എൻ്റെ പ്രിയനായി, പാടുമെന്നും ഞാൻ എൻ്റെ പ്രിയനായി. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എൻ്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം ആദിനാരംഭം, ക്ഷാമം ഭൂകമ്പം ആദിനാരംഭം. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ക്ഷാമത്താലി ക്ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിക്ഷേപമുണ്ടെന്റെ പ്രിയനിൽ. ക്ഷാമത്താലി ക്ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിക്ഷേപമുണ്ടെന്റെ പ്രിയനിൽ. എന്നെ പോറ്റിടും എന്റെ രക്ഷകൻ, എന്നെ പോറ്റിടും എന്റെ രക്ഷകൻ.
വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്നലെക്കാൾ ഇന്നു ഞാൻ എൻ പ്രിയൻ നാടിനോ ഏറ്റമാടുത്തായതെനിക്കെത്രയാനന്ദം. ഇന്നലെക്കാൾ ഇന്നു ഞാൻ എൻ പ്രിയൻ നാടിനോ ഏറ്റമാടുത്തായതെനിക്കെത്രയാനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ, വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഈ വാരിധിയിൽ വൻതിരയിൻ തള്ളലേറ്റു ഞാൻ. മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ. ഈ വാരിധിയിൽ വൻതിരയിൻ തള്ളലേറ്റു ഞാൻ. മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം പാടിയ നാട്ടിലെത്തുമേ, ഗാനം പാടിയ നാട്ടിലെത്തുമേ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എൻ രക്ഷിതാവേ നിൻ വരവു കാത്തു കാത്തു ഞാൻ. ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. എൻ രക്ഷിതാവേ നിൻ വരവു കാത്തു കാത്തു ഞാൻ. ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോം. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോം. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്നലെക്കാൾ ഇന്നു ഞാൻ പ്രിയൻ നാടിനോ ഏറ്റമാടുത്തായതെനിക്കെത്രയാനന്ദം. ഇന്നലെക്കാൾ ഇന്നു ഞാൻ പ്രിയൻ നാടിനോ ഏറ്റമാടുത്തായതെനിക്കെത്രയാനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എന്റെ പ്രിയനെ ഒന്നു കാണും ഞാൻ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. സങ്കീർത്തനം വായിക്കും. 84 സങ്കീർത്തനം ശ്രീമതി പ്രീതി ഷിബു വായിക്കും. സങ്കീർത്തനങ്ങൾ 84. സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളിൽ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ സത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. ഉണ്മയായ ആനന്ദം നിഗ്രഹപൂർണ്ണമായിരിക്കുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം ഏറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽക്കാൽ കയറിയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
സ്വാഗതം. ശ്രീ ജേക്കബ് ഡാനിയൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവക വികാരിയും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട ജസിൻ ടോം മാത്യു അച്ഛൻ, നമ്മുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് ഇന്ന് പ്രധാന സന്ദേശം നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ജി വർഗീസ് അച്ഛൻ, ഇടവകയുടെ ചുമതലക്കാർ, കൂടി വന്നിരിക്കുന്ന ഇടവക ജനങ്ങൾ, സ്നേഹിതർ, സുഹൃത്തുക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വീണ്ടും വരുന്നവനും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ 2 ദിവസങ്ങൾ 2 കുടുംബങ്ങളിലായിട്ട് 2 വീടുകളിലായിട്ട് അനുഗ്രഹീതമായ ദൈവവചനം കേൾക്കുവാനും നമ്മുടെ കുടുംബജീവിതത്തെ ബലപ്പെടുത്തുന്ന സന്ദേശങ്ങൾ ലഭിക്കുവാനുമൊക്കെ നമുക്ക് സാധിച്ചു. ഈ 3-ാമത്തെ ദിവസം ഈ ഭവനത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഇടവക വികാരിയും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നതുമായ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ടോമച്ചനെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിലും ഇടവകയുടെ പേരിലും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടാമതായിട്ട് നമുക്കിന്ന് മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺ ജി വർഗീസ് അച്ഛനെയും എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും, നല്ലവരായ എല്ലാ ഇടവക ജനങ്ങളെയും, നമുക്ക് ഇത്രയും നല്ലൊരു കൂട്ടം ഇവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങളുടെയൊക്കെ പ്രസൻസ് ഇവിടെ ഉണ്ടായതിനായിട്ട് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ യോഗം എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും നല്ല ഒരു കുടുംബയോഗമായിട്ട് തീരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സ്വാഗത പ്രസംഗത്തിൽ നിന്നും വിരമിച്ചുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ജോൺ ജി വർഗീസ് അച്ഛൻ, പ്രിയമുള്ള ഇടവക ജനങ്ങളെ, പ്രിയ ഷിബുസാറിൻ്റെ ഭവനത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഇടവരുത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. കഴിഞ്ഞ 2 ദിവസവും അനുഗ്രഹകരമായ ഒരു കൂടിവരവ് 2 ഭവനങ്ങളിലായി ക്രമീകരിക്കാൻ തക്കോണം ദൈവം ഇടയാക്കി. 2 അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ നമ്മുടെ ഇടയിലേക്ക് ദൈവം അയച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. അതിന് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അച്ഛാ പോകുന്നതായിരിക്കും നല്ലേ. അവർക്ക് 2 ദിവസമായിട്ടൊരു ഗുണം ഉണ്ടായിട്ടില്ല. ഇന്ന് പ്രത്യേകിച്ച് ഉണ്ടാകാൻ വലിയ അങ്ങനല്ല ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം എവിടെ ഇടപെടുന്നത് നമുക്കറിയില്ല. എപ്പോഴെങ്കിലും ഒരു ഇടപെടൽ തീർച്ചയായിട്ടും അതുണ്ടാകും എന്ന് പൂർണ്ണമായിട്ട്, എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് നമ്മുടെ ഈ കൂടിവരവിൻ്റെ അവസാന ദിവസമാകും. നാളെ നമ്മൾ ഒരുമിച്ച് കുടുംബമായി പള്ളിയിൽ കൂടുകയാണ്. കുടുംബ ഞായർ ആചരിക്കുകയാണ്. എന്തിനാണ്? വർഷത്തിൽ 1 മാത്രം സഭയായിട്ട് ഒരുമിച്ചിരിക്കുവാനും ഒരുമിച്ച് വിശുദ്ധ കുർബാന കൊഴിക്കൊള്ളുവാനും ഒക്കെ ഒരു അവസരം നൽകി എന്നതിനപ്പുറമായി എന്താണ് ഇതും കൊണ്ട് അത് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ വചനം കേട്ടിട്ട് പോകുമ്പോൾ അന്നേരമുള്ള ഒരു വികാരത്തിൻ്റെ പുറത്ത് ഇനി എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിക്കുന്നതിനൊക്കെ അപ്പുറമായി ദൈവം എനിക്ക് നൽകിയ കൂട്ട് അത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ് എന്നെപ്പോഴും ഓർത്തുകൊണ്ട്
ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നമുക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മറുപടി വേണമെന്ന്, ഉത്തരം വേണമെന്നൊന്നും നിർബന്ധമില്ല. രക്തബന്ധമാണോ സ്നേഹബന്ധമാണോ ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം? രക്തബന്ധമാണോ സ്നേഹബന്ധമാണോ? ബെഞ്ചമിൻ ചാൻ പറഞ്ഞു സ്നേഹബന്ധമാണെന്ന്. ഇവിടുന്ന് കുഞ്ഞാച്ചാനൊക്കെ പറഞ്ഞു സ്നേഹബന്ധമാണ്. നിങ്ങൾ രക്തബന്ധത്തിൽപ്പെട്ടവരാണോ? കല്യാണം കുഞ്ഞമ്മാമ്മയും കുഞ്ഞാച്ചാനും രക്തബന്ധമാണോ? അല്ല. അത് സ്കൂളിൽ വെച്ചോ കോളേജിൽ വെച്ചോ ഒക്കെ കണ്ടതായിരിക്കാം. പക്ഷേ അല്ല, അങ്ങനല്ല. പിന്നീട് ഇങ്ങോട്ടുള്ളതെല്ലാം എന്താ? രക്തബന്ധം. അതായത് മക്കളൊക്കെ, പിന്നെ അവരുടെ കൊച്ചുമക്കളൊക്കെ, അതൊരു രക്തബന്ധത്തിൽ. എന്നാൽ സ്നേഹബന്ധമാണ് ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം. രക്തബന്ധമാണെങ്കിൽ ആ കുടുംബത്തിൽ എവിടെയാ കൊലപാതകം നടക്കുന്നത്? സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് കഴിയുന്നത് എന്നുള്ളതാണ്. ഇത് പലപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബന്ധങ്ങൾ മറന്നു പോകുന്നതുകൊണ്ടാണ് പല പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത്. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു എന്നോ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. സ്നേഹബന്ധം അല്ലെങ്കിൽ സ്നേഹം ഒരു വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? കൊലപാതകങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മളുടെ ബന്ധത്തെ ഇതിനുള്ളിലിട്ട് വാർത്തെടുക്കുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. അവിടെ തന്നെ പൗലോസ് പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിലേറ്റവും വലുത്, പ്രധാനപ്പെട്ടതെന്നല്ല പറയുന്നത്, ഇവയിലേറ്റവും വലുത് സ്നേഹം തന്നെ എന്നാണ് പറയുന്നത്. ഞാൻ അവിടുത്തെ വായിച്ച ഭവനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ അവസാനിക്കും. ഭവനം, ഭവനം 3 അക്ഷരങ്ങളാണ്. അതിൽ ഭക്തിയുടെ ഇടം എന്നാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഭയത്തിൻ്റെ അല്ല, ഭക്തിയുടെ ഇടം എന്നാണ്. ഇന്ന് പരസ്പരം വിശ്വാസവുമില്ല, പേടിയാണ്, അല്ലയോ? ശരി, ലോകം അങ്ങനെയാണ്. മക്കളെ തനിച്ച് വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റാത്ത കാലമാണ്. അയൽപക്കത്തും നമുക്ക് സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. 2 വചനത്തിൻ്റെ ഇടം, വഞ്ചനയുടെ അല്ല, വചനത്തിൻ്റെ ഇടം. ഇന്ന് പരസ്പരം എന്തില്ല? വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തടത്ത് എന്തുണ്ടാകും? വഞ്ചനയൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരുന്നുണ്ട് എന്നുള്ളതാണ്. 3 നം. എനിക്ക് ഒത്തിരി അട്രാക്റ്റീവ് ഇടുന്നു. നം, നാം ഉള്ള ഭവനങ്ങൾ. എൻ്റെ, നിൻ്റെ അല്ല, പിന്നെന്താണ്? നാം, നമ്മുടേത് എന്ന് വിചാരിക്കുന്ന ഇടമാണ് കുടുംബം എന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചുവല്ലോ, സ്നേഹബന്ധമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എനിക്കിങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്, ബ്ലഡ് മേക്സ് യു റിലേറ്റഡ്, ലവ് മേക്ക് യു ഫാമിലി എന്നാണ് പറയുന്നത്. ബ്ലഡ് മേക്സ് യു റിലേറ്റഡ്, ലവ് മേക്സ് യു ഫാമിലി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ വലിയവനായ ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ വചന കഴിയും അതിന് ആധാരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ദൈവവചന ധ്യാനത്തിന് കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ജോൺ ജി വർഗീസ് അച്ഛൻ. ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതനാണ് അച്ഛൻ. നമ്മുടെ സെൻട്രലിൽ തന്നെയുള്ള വാളകം വലിയ പള്ളി ഇടവകയിലെ അംഗമാണ്. എന്നോട് വന്നപ്പോഴേ അച്ഛൻ പറയുമായിരുന്നു, ഞാനൊരു പക്ഷേ ഈ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പണ്ട് യുവജന സഖ്യത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ പല വീടുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം. നമ്മുടെ വീടുകളിലൊക്കെ, പലരുടെയും വീടുകളിലൊക്കെ പ്രിയാച്ചൻ വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ പ്രിയാച്ചനെ എനിക്ക് നേരത്തെ അറിയാം, എങ്കിലും അടുത്ത് പരിചയപ്പെടുന്നത് ഞാൻ പഴവങ്ങാടിക്കര ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടുത്തെ ഇടവക കൺവെൻഷന് പ്രിയാച്ചൻ ഒരു ദിവസം വചനം പങ്കുവെക്കുവാനായിട്ട് വന്നു. അന്നു മുതലാണ് പേഴ്സണലി ഞാൻ പരിചയപ്പെടുന്നത്.
എന്നാൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ക്ലർജി മീറ്റിങ്ങിനും ഒക്കെ ഒരുമിച്ച് കുടുംബമായിട്ട് അച്ഛനെ കാണുകയും ആ സ്നേഹബന്ധം അധികം പുതുക്കുവാനും ഒക്കെ ദൈവം സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ മാർത്തോമ തിയോളജിക്കൽ സെമിനാരിയിൽ DTH ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർ തിയോളജി. ന്യൂ ടെസ്റ്റ്മെൻ്റാണ്, പുതിയ നിയമമാണ് അച്ഛൻ്റെ പഠന വിഷയം എന്ന് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പങ്കുവെക്കുന്നതായിട്ടുള്ള ഒരു ദൈവദാസൻ നമുക്കിന്ന് ലഭിച്ചത് ഇത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം ദൈവനിശ്ചയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൊച്ചമ്മ പുനലൂർ ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപികയാണ്. 2 മക്കളുണ്ട്. അവരുടെ ഒരുമിച്ചുള്ള കുടുംബജീവിതവും ശുശ്രൂഷയൊക്കെ ദൈവനാമൗത്വത്തിനായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി പ്രിയ അച്ഛനെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ എല്ലാവിധമായ ഭാവങ്ങളും ഈ സമയത്ത് നേരുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ എന്നുള്ള പാട്ടിൻ്റെ ചരണങ്ങൾ പാടി ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് ഈ സമയത്ത് ഒരുങ്ങാം. കൈയടിച്ച് പാടണം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, തന്നിടുവാനാദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് അറിയുന്നു, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, പിന്മഴയെ വീണ്ടും അയക്കണമേ, അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ ഈ വർഷത്തെ കുടുംബവാര ധ്യാന യോഗത്തിൻ്റെ സമാപന രാത്രിയിൽ നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് ഒരുക്കിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള ഈ ഇടവകയുടെ വികാരി പ്രിയപ്പെട്ട ജസിൻ അച്ഛൻ, ഇടവകയുടെ പ്രിയപ്പെട്ടവർ, ചുമതലക്കാർ, ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ വാളകംകാരനായതുകൊണ്ടും വാളകം സെൻറ്റർ യുവജന സംഘത്തിൽ അനേകം വർഷങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടും നിങ്ങൾ പല ആളുകൾക്കും എന്നെ അറിയാം. ഇത് പഴയ തലമുറയിലുള്ള കുറച്ച് എൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ അന്ന് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞാൻ ഈ ഇടവകയിൽ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു അപരിചിതമായ സദസ്സല്ല. ചിലയിടത്തൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പം എനിക്ക് അവരെ അറിയത്തില്ല, ഇരിക്കുന്ന ആളുകൾക്ക് എന്നെ അറിയത്തില്ല. ഇതിപ്പോൾ അങ്ങനല്ല, നിങ്ങൾക്ക് മിക്കവാറുമുള്ള ആളുകൾക്കൊക്കെ എന്നെ അറിയാം.
അതുകൊണ്ട് ഈ രാത്രിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ 3 ദിവസത്തെ രാത്രിയുടെ സമാപന യോഗമാണല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. എന്നെ സംബന്ധിച്ച് ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. സാധാരണയൊക്കെ മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ പാട്ടുപാടി കുറച്ച് കഴിഞ്ഞിട്ടാണ് ആളുകൾ വന്നിരിക്കാൻ തുടങ്ങുന്നത്. തുടക്കത്തിൽ ഒരു കുറച്ച് പേരെ കാണത്തുള്ളൂ. എന്നാൽ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഇത് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സംശയം, ഇവിടെ തന്നെയാണോ, ഈ പരിപാടി തന്നെയാണോ എന്നെ വിളിച്ചേക്കുന്നത്, വേറെ എവിടെയെങ്കിലും ആണോ എന്നൊരു സംശയം. അത് ഒരു പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം നിങ്ങളെ അറിയിക്കാം. ഞാൻ ഈ വർഷം പ്രസംഗിക്കുന്ന കുടുംബവാര ധ്യാന യോഗത്തിലെ ആദ്യത്തെ ധ്യാന യോഗമാണ്. അത് സാധാരണ ഒക്ടോബറിലാണ് നമ്മുടെ ധ്യാന യോഗങ്ങളെല്ലാം. അപ്പം അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ എല്ലാം ഇച്ചിരി ഏർലി അങ്ങ് നടത്തുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ സെപ്റ്റംബറിൽ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 31-ാമത്തെ അധ്യായം, ഇതിൻ്റെ 44 മുതൽ 55 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 44 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. ഒരാൾ ശബ്ദമുയർത്തി, മൈക്ക് കയ്യിലുള്ള ആൾ വായിച്ചാൽ എല്ലാവർക്കും കേൾക്കാം. ശബ്ദമുയർത്തി വായിച്ചാൽ ഉൽപ്പത്തി 31-ന്റെ 44 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി, കല്ല് കൂട്ടുവീൻ എന്ന് യാക്കോബ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരം ഉണ്ടാക്കി. കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിന് യഗർ സാഹദൂഥ, സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. യാക്കോബ് അതിന് ഗലേദ്, സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് ഗലേദ് എന്നും മിസ്പ, കാവൽ മാടം എന്നും പേരായി. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ. നീ എൻ്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എൻ്റെ പുത്രിമാരെ അല്ലാതെ വേറെ സ്ത്രീകളെ പരിഗ്രഹിക്കുകയോ ചെയ്യുമെങ്കിൽ നമ്മോടുകൂടെ ആരും ഇല്ല. നോക്കുക, ദൈവം തന്നെ എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് അവൻ പറഞ്ഞു. ലാബാൻ പിന്നെയും യാക്കോബിനോട്, ഇതാ ഈ കൂമ്പാരം, ഇതാ എനിക്കും നിനക്കും മധ്യേ നിർത്തിയ തൂണ്. ദോഷത്തിനായി ഞാൻ ഈ കൂമ്പാരം കടന്ന് നിന്റെ അടുക്കൽ വരാതെയും നീ ഈ കൂമ്പാരം ഈ തൂണും കടന്ന് എൻ്റെ അടുക്കൽ വരാതെയും ഇരിക്കേണ്ടതിന് ഈ കൂമ്പാരവും സാക്ഷി, ഈ തൂണും സാക്ഷി. അബ്രഹാമിൻ്റെ ദൈവവും നാഹോരിൻ്റെ ദൈവവും അവരുടെ പിതാവിൻ്റെ ദൈവവുമായവൻ നമുക്ക് മധ്യേ വിധിക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. പിന്നെ യാക്കോബ് പർവ്വതത്തിൽ യാഗം അർപ്പിച്ചു. ഭക്ഷണം കഴിപ്പാൻ തൻ്റെ സഹോദരന്മാരെ വിളിച്ചു. അവർ ഭക്ഷണം കഴിച്ച് പർവ്വതത്തിൽ രാപാർത്തു. ലാബാൻ അതികാലത്ത് എഴുന്നേറ്റ് തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവേ, എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപഴകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാമീപ്യം, സാന്നിധ്യം ഈ കുടുംബവാര ധ്യാന യോഗങ്ങളിൽ ലഭ്യമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടെ ദൈവമക്കളെല്ലാം കണ്ണുകളെ ശാന്തമായി അടച്ചാട്ട്. ഈ പന്തലിൻ്റെ ഉള്ളിൽ പുറത്തൊരു പക്ഷേ മഴ പെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ പ്രശ്നമേ അല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനത്തിൻ്റെ മഴ ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ലഭ്യമായി തീരുവാൻ ഇട നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ രാത്രിയിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 2 രാത്രിയിലും ഞങ്ങളിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി, ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ ഞങ്ങളെ ശക്തീകരിച്ചു ദൈവമേ. തുടർന്നും ഞങ്ങളുടെ ജീവിതയാത്ര അനുഭവങ്ങളിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിന്റെ സാമീപ്യവും നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നീ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിന്നതല്ല കർത്താവേ,
നീ ഞങ്ങളെ നിത്യകൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും പ്രിയമക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഉൽപ്പത്തി പുസ്തകം കുടുംബങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളുടെ പുസ്തകമാണ്. ഇന്ന് രാത്രിയിൽ നാം ധ്യാനിക്കുന്ന ഈ ഭാഗം സാക്ഷ്യത്തിൻ്റെ പ്രതിധ്വനികൾ നൽകുന്ന സാക്ഷ്യത്തിൻ്റെ പ്രതിധ്വനികൾ നൽകുന്ന ഭാഗമാണ് ഇന്ന് രാത്രിയിലെ ധ്യാന ഭാഗം. നിങ്ങൾ പല ആവർത്തി ഒരുപക്ഷെ നേരത്തെ വായിച്ചിട്ടുള്ള ഭാഗമാണ്. യാക്കോബ് തൻ്റെ അമ്മാവിയപ്പനായ ലാബാന്റെ ഭവനത്തിൽ നിന്നും തൻ്റെ പിതാക്കന്മാരുടെ പൂർവ്വ മാതാപിതാക്കളുടെ ദേശത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ മധ്യേയുള്ള യാത്രാ വിവരണത്തിൻ്റെ മധ്യേയുള്ള മനോഹരമായ ഒരു സാക്ഷ്യ അനുഭവത്തെയാണ് ഈ ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് സാധാരണയായിട്ട് ഞാൻ പറയും ഈ ഭാഗം സാക്ഷ്യത്തിൻ്റെ പ്രതിധ്വനികൾ നൽകുന്ന ഭാഗമാണ്. ഇന്ന് നമുക്കറിയാം സാക്ഷ്യം എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം വെല്ലുവിളിയുള്ള സംഗതിയാണ്. സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അതുകൊണ്ട് യാക്കോബിൻ്റെ യാത്ര, യാക്കോബും ലാബാനും തമ്മിലുള്ള സാക്ഷ്യ ഉടമ്പടി, യാക്കോബിൻ്റെ കഴിഞ്ഞ നാളുകളിലെ ജീവിത സാഹചര്യം, ഇപ്പോഴുള്ള മടങ്ങിവരവ്, മടങ്ങിപ്പോക്ക്, ഇത് നമ്മുടെ ആത്മീയ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ കുടുംബവാരവുമായി ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നമ്മെ വളരെ ശക്തമായി വെല്ലുവിളിക്കേണ്ടതാണ്. മടങ്ങിവരവ് എന്ന് പറയുന്ന വാക്ക് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്നതാണ്. അതിനെ ഗ്രീക്കിൽ മെറ്റനോയ എന്ന് പറയുന്ന വാക്കുകൊണ്ടും എബ്രായ ഭാഷയിൽ ഷൂ എന്ന് പറയുന്ന വാക്ക്, ഷൂ എന്ന് പറയുന്ന വാക്കുകൊണ്ടുമാണ് ഈ മടങ്ങി വരവിനെ സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ധൂർത്തപുത്രൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് അപ്പൻ്റെ ഇടത്തിലേക്ക് മടങ്ങി വരുന്നത് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ യാക്കോബ് എല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയായി തൻ്റെ അപ്പൻ്റെ ബെതുവേലിൻ്റെ ഭവനത്തിലേക്ക് പോയ മനുഷ്യനാണ് യാക്കോബ്. അവിടെ നിന്ന് വെറും കൈയായി മടങ്ങിപ്പോയ മനുഷ്യൻ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: വളരെയധികം സമ്പൽ സമൃദ്ധി കൊണ്ടാണ് തിരിച്ച് പൂർവ്വ മാതാപിതാക്കളുടെ ഭവനത്തിലേക്ക്, സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ വെറും കൈയുടെ അനുഭവം നമ്മൾ നിരന്തരമായി നേരിടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ആളുകളൊക്കെ സാധാരണ ഭവന സന്ദർശന സമയങ്ങളിലൊക്കെ നമ്മുടെ പ്രായമുള്ള ആളുകളൊക്കെ പറയും, അച്ഛാ ഞങ്ങൾ വളരെ വർഷങ്ങൾ അത്യധ്വാനം ചെയ്ത ആളുകളാണ്. 30-35 വർഷമൊക്കെ ഞങ്ങൾ പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെട്ട ആളുകളാണ്, അല്ലെ നോർത്ത് ഇന്ത്യയിൽ കിടന്ന് കഷ്ടപ്പെട്ട ആളുകളാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുമ്പോൾ വല്ലാത്ത ശൂന്യതാബോധം ഞങ്ങളെ ഭരിക്കുന്നു, ഞങ്ങൾ വെറും കൈയായി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഭവന സന്ദർശനങ്ങളിൽ. പ്രത്യേകിച്ച് നമ്മുടെ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉള്ള വീടുകളിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ അവരുടെ വേദനകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് സംസാരിക്കാൻ മറ്റേ ആളുകൾ ആരും ഇല്ല. നമ്മൾ പലപ്പോഴും ആലോചിക്കും, ഞങ്ങൾ വെറും കൈയായി ഇന്ന പ്രദേശത്ത് പോയതാണ്, തിരിച്ചു വന്നപ്പോൾ ദൈവം തമ്പുരാൻ ഞങ്ങളെ വല്ലാതെ അനുഗ്രഹിച്ചു. എന്നാൽ വെറും കൈയുടെ അനുഭവങ്ങളുമായി തുടർന്നു പോകുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് പുനലൂർ പള്ളിയിൽ നിന്നാണ് പഠിക്കാനായിട്ട് മാറിയത്. നിങ്ങൾക്കറിയാവുന്ന പള്ളിയാണ് തൊളിക്കോട് പള്ളി, നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയാം. അവിടുത്തെ വികാരിയായിരുന്നു. അത് കോവിഡ് അങ്ങോട്ട് മാറുന്ന സമയമാണ്. നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്നറിയത്തില്ല, കൽപ്പന കൊണ്ട് ഞാനും നിങ്ങളുടെ വികാരിയായിരുന്നു. കൽപ്പന കൊണ്ട് മാത്രം. രാവിലെ കൽപ്പന കിട്ടി, വൈകുന്നേരം എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളുടെ പാസ്റ്റേജ് കണ്ടിട്ട് പോയപ്പോഴത്തേക്കും ആ കൽപ്പന വെട്ടിക്കളഞ്ഞു മെത്രാപ്പോലീസ്. ഞാൻ അന്ന് കോവിഡിൻ്റെ സമയമാണ്. അപ്പോൾ എനിക്ക് ഡൽഹിക്ക് പോകാൻ പറ്റില്ല. ഡൽഹിക്ക് പോകാൻ പറ്റാത്തപ്പം എനിക്ക് രാവിലെ ഒരു കൽപ്പന കിട്ടി, നിങ്ങളുടെ വികാരിയാണ്, ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്ന് നിങ്ങളുടെ പാസ്റ്റേജ് മാത്യു അച്ഛനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വന്നപ്പം നിങ്ങളുടെ മെത്രാപ്പോലീസ്, പഴയ മെത്രാപ്പോലീത്തെയാണ്. അന്നേരം തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പുനലൂർ പള്ളിയിൽ വരുന്നത്. ഡൽഹി പോയിട്ട് തിരിച്ചു വന്നു. കോവിഡ് തീർന്നിട്ടില്ല.
അപ്പോൾ ഞാൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ഈ തിരുവനന്തപുരം പെട്ടെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്, നമ്മുടെ അടുത്ത സ്ഥലമാണല്ലോ. പകുതി വഴി പിന്നിട്ടപ്പോൾ ആ പള്ളിയിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ പള്ളിയിലെ ഒരു അങ്കിൾ കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിലെ ജീറിയാട്രിക് വാർഡിൽ വളരെ ക്ഷീണിതനായി അവശനായി കിടക്കുകയാണ്, നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോകണം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്കിളെ, ഞാൻ ഇപ്പോൾ അല്പം ദൂരെയാണ്, പിന്നെ സ്ഥലത്ത് പോവുകയാണ്. കുമ്പനാടാണല്ലോ, ഞാൻ വൈകിട്ട് തിരിച്ചു വരും, നമുക്ക് പോയി അദ്ദേഹത്തെ കണ്ട് പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്, വളരെ സുഖമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ പോയി പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ശുശ്രൂഷയുടെ ഒരു ഒന്നാം ബാലപാഠം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ആ പറഞ്ഞയാൾ മരിച്ചുപോയി എന്നോട് പറഞ്ഞു. അപ്പം എനിക്ക് വലിയ സങ്കടമായി, ഒന്ന് പോകാൻ പറ്റിയില്ലല്ലോ, പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു, വീട്ടുപേര് ചോദിച്ചു. അപ്പം ഫോണിലൂടെ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, വീട്ടുപേര് പറഞ്ഞു. അപ്പോൾ ഒറ്റ ചിന്തയിൽ എൻ്റെ ഓർമ്മയിൽ ആ പേരും വീട്ടുപേരും വരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അവർ സ്ഥലത്തില്ലാത്ത ആളുകളാണ്, അതുകൊണ്ട് അച്ഛനെ പെട്ടെന്ന് പിടികിട്ടില്ല എന്നോട് പറഞ്ഞു. ഞാൻ തിരിച്ച് പാസ്നേജി വന്നു. ആദ്യം ചെയ്ത സംഗതി, അലമാരി തുറന്ന് ഇടവക രജിസ്റ്റർ എടുത്ത് ഈ പറഞ്ഞ ആളിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ പേര് കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒന്നാം കോളത്തിൽ, രണ്ടാം കോളത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് റിമാർക്കിൽ എഴുതിയിട്ടുണ്ട്. അവർ മരിച്ചത് നമ്മുടെ പള്ളിയിലെ ഇന്ന സെല്ലിൽ അവരെ അടക്കിയിട്ടുണ്ട്. 2, 3, 4, 5 ഈ 3 കോളങ്ങളിലും അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേരാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിൽ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും. ഈ 3 പേരുടെയും പേരിൻ്റെ മുമ്പിൽ DR എന്ന് എഴുതിയിട്ടുണ്ട്, ഡോക്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് മുമ്പിരുന്ന ഒരു പട്ടക്കാരൻ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അതിൻ്റെ അടിയിൽ റിമാർക്ക് എഴുതി വെച്ചിരിക്കുന്നു ഇടവക രജിസ്റ്ററിൽ, all the 3 are medical doctors and all the 3 are residing at United Kingdom. 3 പേരും ഡോക്ടർമാരാണ്, 3 പേരും UK-യിലാണ്, യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും അതിലില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങളെ, ശവസംസ്കാര ക്രമീകരണങ്ങൾ എങ്ങനെയാണ്, കുറച്ച് ദിവസങ്ങൾ കഴിയുമല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അതെന്താണ്? ഞാൻ പറഞ്ഞു, മക്കൾ വിദേശത്താണല്ലോ, അവിടുന്ന് വരണമെങ്കിൽ എൻ്റെ ഒരു സാധാരണ ലോജിക്ക് അനുസരിച്ച് 2-3 ദിവസമെങ്കിലും എങ്ങനെയായാലും എടുക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ നാളെ അടക്കാനായിട്ടുള്ള സൗകര്യം അച്ഛനുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് പ്രശ്നമില്ല, നാളെ അടക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, 2ാം ഭാഗം ശുശ്രൂഷ നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തണം. ഞാൻ ചോദിച്ചു, 1ാം ഭാഗം? അത് കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയുടെ ചാപ്പലിൽ വെച്ച് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ നടത്തും. അടക്കുന്നത് അതൊരു സെല്ല് നമുക്ക് എടുക്കാം വെച്ചാൽ ആ സെല്ലിലോട്ട് അടക്കിയാൽ മതി. ഞാൻ ചോദിച്ചു, കല്ലറ ഇവിടെ ഇല്ല. പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു 11-11:30 ആയപ്പോൾ പുനലൂർ പള്ളിയുടെ അങ്കണത്തിൽ കൊണ്ടുവന്നു. വലിയ ആളൊന്നുമില്ല. ഒന്ന്, അദ്ദേഹം അത്ര ചിരപരിചിതനല്ല അവിടെ. മറ്റൊന്ന്, കോവിഡ് അങ്ങോട്ട് മാറുന്നേ ഉള്ളൂ. 2022 സംഭവമാണ് ഞാൻ പറയുന്നത്. ന്യൂജനിനാരും അദ്ദേഹത്തെ അറിയത്തില്ല. പഴയ ആളുകൾക്ക് മാത്രമേ ഈ മരിച്ചുപോയ മനുഷ്യനെ അറിയുകയുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയുവാനായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഈ മരിച്ചുപോയാളുടെ സഹോദരിയും സഹോദരിയുടെ മകനും മാത്രമേ ഉള്ളൂ. മക്കൾ 3 പേരും കുടുംബാംഗങ്ങളോ വന്നിട്ടില്ല. അപ്പം എൻ്റെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ട്, എന്തുകൊണ്ടാണ് ഇവർ വരാത്തത്? സാധാരണ ഒരാളെങ്കിലും വരണ്ടേ? എന്നാലും ഇത് അന്നേരം ചോദിക്കാനുള്ള സാഹചര്യം അല്ലല്ലോ. ഞാനത് ചോദിച്ചില്ല, എൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. അവിടുത്തെ അച്ഛനുണ്ട്, മറ്റൊരു അച്ഛനും കൂടെ ഉണ്ട്. ശുശ്രൂഷ നടത്തി. 3ാം ഭാഗം ശുശ്രൂഷയ്ക്ക് ഈ പ്രിയപ്പെട്ട മനുഷ്യൻ്റെ മൃതശരീരം പുനലൂർ പള്ളിയുടെ സെമിത്തേരി അല്പം ദൂരെയാണ്. നിങ്ങൾക്കറിയാം, ഈ തൂക്കുവാലം കഴിഞ്ഞിട്ട് അല്പം ഉള്ളിലേക്ക് കയറി പോകണം. അത് എടുത്തുകൊണ്ട് പോകണം, ബോഡി വണ്ടി കയറി പോയില്ല. അപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്നത്, ഈ ബോഡി എടുത്ത് മേളിൽ ഈ കയറ്റം കയറി വന്ന് ആളുകൾക്ക് നല്ല എടുത്തുകൊണ്ട് വരുന്നവരും ക്ഷീണിക്കും, കയറി വരുന്നവരും ക്ഷീണിക്കും. നല്ല കുന്നാണ്. അവിടെ വന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് മാത്രമേ ഞാനൊരു പാട്ട്, അവിടെ ഒരു പാട്ടുണ്ട്, നമുക്കറിയാം. എന്താണ് പാട്ട്? ഹാ എന്തു ഖേദം ഈ കാഴ്ച എന്നുള്ള പാട്ട് ഞാൻ പാടുകയുള്ളൂ. അപ്പോൾ ഞാൻ ആളുകളൊക്കെ, അപ്പോൾ ഞാനും ഈ കയറിയതിൻ്റെ ക്ഷീണം എനിക്കും ഉണ്ട്, ഞാനും ഒന്ന് അണയ്ക്കും. മറ്റുള്ള ആളുകളൊക്കെ പതിയെ വന്ന് ബെഞ്ചിൽ ഈ ബോഡി വെച്ചു. ഞാൻ ചോദിച്ചു, ഇനി ആരെങ്കിലും വരാനുണ്ടോ? ആരും വരാനില്ല, എണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. അപ്പോൾ ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് മണ്ണിടുകയാണ്. മണ്ണിടുന്നതിന് മുമ്പ് ഒരു പരിപാടിയുണ്ട്. എന്തുവാ? ഈ പിള്ളേർ പറയുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? മുഖം മൂടണം.
ആരാണ് മുഖം മൂടേണ്ടത്? സാധാരണ ഞാൻ ഇത്രയും നാൾ കണ്ടിട്ടുള്ളത് മക്കളാണ് മുഖം മൂടുന്നത്. അവിടെ മക്കൾ 3 പേരും ഇല്ല. അപ്പം ഞാനൊന്ന് അന്താളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞ്, മുഖം മൂടണ്ടേ? ആരാണ് മുഖം മൂടുന്നത്? അപ്പം ബാക്കിൽ നിന്ന് ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, അച്ഛനങ്ങ് മൂടിക്കോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് അതൊരു ഷോക്കായിപ്പോയി. കാരണം ഞാൻ എൻ്റെ ഫാദർ എനിക്ക് 13 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയാം. അപ്പം അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ്റെ കൈ പിടിച്ചുകൊണ്ട് അപ്പൻ്റെ മുഖത്തേക്ക് ഈ തുണി വലിച്ചിടുന്ന എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ അന്നേരം ഒന്ന് ഞെട്ടി. എന്നിട്ട് ഞാൻ ഈ സഹോദരൻ്റെ മകനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, അവൻ അപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ്, അവനോട് പറഞ്ഞു പിടിക്കാൻ പറഞ്ഞു. ഇപ്പുറത്തെ വശത്ത് ഞാൻ പിടിച്ചു. ഞാൻ ഈ മുഖം മൂടുന്ന വെള്ള തുണി വലിച്ച ആ മനുഷ്യൻ്റെ മുഖത്തിട്ട് ഞാൻ തന്നെ കൈകൊണ്ട് ഒതുക്കി വെച്ച് ആ പെട്ടി അടപ്പിച്ച് സെല്ലിലേക്ക് കയറ്റി വെച്ചു. തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നിരാശയാണ്. ഞാൻ തിരിച്ചു വന്ന് അവിടുത്തെ പാസനേജിൽ ഇരുന്നപ്പം അവിടുത്തെ ട്രസ്റ്റി എൻ്റെ കൂടെ ഉണ്ട്. കാരണം അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അങ്കിൾ എന്തായി ആരും വരാഞ്ഞത്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അച്ഛനറിയാമോ ഈ കൊണ്ടുപോയി അടക്കിയ ആൾ ആരാണെന്ന് അച്ഛനറിയാമോ? ഞാൻ പറഞ്ഞു, ഇന്ന ആള് ഇന്ന വീട്ടുപേര്. അങ്ങനെയല്ലേ നമ്മളറിയും, ഇപ്പോൾ ഇന്നയാള് ഇന്ന വീട്ടുപേര്. അപ്പോൾ പറഞ്ഞല്ല, 1980കളുടെ അവസാനത്തിലും 1990കളുടെ ആദ്യപാദത്തിലും ഈ പുനലൂരിലൂടെ ബെൻസ് കാറിൽ ചുറ്റിയടിച്ച് നടന്നൊരു മനുഷ്യനെയാണ് അച്ഛൻ കൊണ്ടുപോയി ആരുമില്ലാതെ അടക്കിയിട്ട് വന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഞെട്ടി. അദ്ദേഹം പറഞ്ഞു, അച്ഛനറിയാമോ, ദുബായിലെ ഒരു ഉയർന്ന ബാങ്കിലെ വൈസ് പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. 1980കളിൽ പുനലൂരിൽ ബെൻസ് കാർ ഒരു മനുഷ്യനും ഇല്ല. ഞങ്ങൾ ബെൻസ് കാർ കാണുന്നത് ഈ മനുഷ്യൻ്റെ ഡ്രൈവർ ഓടിച്ചുകൊണ്ട് നടക്കുന്നതും ഇദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങൾ ബെൻസ് കാർ കാണുന്നത്. അന്ന് നമുക്കാകെ ഉള്ളത് മാരുതി 800ഓ ഒരു മഹേന്ദ്രയുടെ ജീപ്പോ ഒരു അംബാസഡർ കാറോ. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഈ കാറ് തിരിച്ചയക്കും, കപ്പൽ വഴി ഡ്രൈവറിനെ കയറ്റിവിടും. അങ്ങനെ വളരെ രാജകീയമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെയാണ് മുഖം മറയ്ക്കാൻ ആളില്ലാതെ അച്ഛൻ കൊണ്ടുപോയി അടക്കിയത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ ചങ്ക് തകർന്നുപോയി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഞാനപ്പോൾ ആലോചിച്ചു, നമ്മൾ എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് നിഗളിക്കുന്നതെന്ന് ഞാൻ വല്ലാതെ ആലോചിച്ചു. ഈ ചില സംഭവങ്ങളൊക്കെ നമ്മെ വല്ലാതെ മാനസാന്തരപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. 1980കളുടെ അവസാനം വളരെ സുന്ദരമായി ഭംഗിയായി ജീവിച്ചു 3 മക്കളെ വളർത്തി 3 പേരും അവരുടെ മരുമക്കളും ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഒക്കെ ഡോക്ടേഴ്സായി, കൊച്ചുമക്കളായി നല്ല നിലയിലെത്തി. എന്നാൽ പലപ്പോഴും സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. കുടുംബജീവിതത്തിൽ അപ്പനെ കാണാൻ ഇപ്പം ഞാൻ ചോദിച്ചു, ഈ ആൻറ്റി മരിച്ചപ്പോൾ വന്നോ? അപ്പം പറഞ്ഞു വന്നില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ എല്ലാം നേടിയെന്ന് പറയുമ്പോൾ വെറും കൈയായി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഈ അപ്പൻ്റെ അടുത്ത് നിന്ന് വെറും കൈയായി അമ്മയുടെ ആങ്ങളയുടെ അല്ലെങ്കിൽ അമ്മയുടെ അപ്പനായ ബെതുവേലിൻ്റെ അല്ലെങ്കിൽ അമ്മാവൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയ മനുഷ്യനാണ് യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗം, നിങ്ങൾ ഇതിൻ്റെ 28 മുതലുള്ള അധ്യായങ്ങൾ വായിക്കണം. എങ്കിൽ 28 മുതൽ 35 വരെ വായിച്ചാലേ നമുക്കതിൻ്റെ പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ. ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലൂടെയും അദ്ദേഹം കടന്നു പോയപ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവം തമ്പുരാൻ യാക്കോബിനെയും അവൻ്റെ കുടുംബത്തെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ ദൈവം തമ്പുരാൻ നമ്മെ ഓർക്കുന്നോ ഇല്ലയോ എന്നുള്ള സങ്കടങ്ങളും സംഘർഷങ്ങളുമായിട്ടൊക്കെ നമ്മൾ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ തിരിച്ചു വരുന്ന സംഭവമാണ് ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം തിരിച്ചു വന്ന് യാക്കോബും ലാബാനും തമ്മിൽ ഒരു ഉടമ്പടി നടത്തുകയാണ്. ഉടമ്പടി എന്ന് പറയുമ്പം ഈ യാക്കോബ് 20 വർഷമാണ് ലാബാനെ സേവിക്കാനായിട്ട് കാരണമായിട്ട് തീർന്നത്. ലാബാൻ പല ട്രിക്കും ട്രാപ്പും ഒക്കെ ഉപയോഗിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ ട്രിക്കും ട്രാപ്പും എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ട്രിക്ക് എന്തോ ട്രാപ്പ് എന്ന പല ട്രിക്കുകൾ നമ്മൾ ഉപയോഗിക്കും, പല തന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കും. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിരന്തരമായി പല ട്രിക്കുകളും ട്രാപ്പുകളും കുരുക്കുകളും കുടുക്കുകളും ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളാണ് ആളുകൾ പലരും. പണ്ടൊരു ഞണ്ടിൻ്റെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് ആളുകൾ ഈ ഞണ്ടിനെ കാണാനായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ഞണ്ടുകളെല്ലാം ഇങ്ങനെ ഭരണികളിലാണ് ഇട്ടിരിക്കുന്നത്, നല്ല ഗ്ലാസ് ഭരണികളിലാണ് ഞണ്ടിനെ ഇട്ടേക്കുന്നത്.
അപ്പോൾ ആദ്യത്തെ ഈ അവരുടെ കൂടെ ഗൈഡുണ്ട്, ഇത് പറഞ്ഞു കൊടുക്കുന്ന ഗൈഡുണ്ട്. അപ്പോൾ ആദ്യം വന്ന കണ്ട ഒരു ഭരണി, വളരെ വലിയ ഭരണി, അതിനകത്ത് നല്ല ചങ്ങലയിട്ട് അതിൻ്റെ അടപ്പ് ഗോദ്രേജ് പൂട്ടിയിരിക്കുകയാണ്. അതിനകത്താണ് ഞണ്ടുകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണാൻ വന്ന ആളുകൾ ഗൈഡിനോട് ചോദിച്ചു, ഇത്രമാത്രം സുരക്ഷിതത്വം എന്തിനാണ്, ഇത്രമാത്രം സുരക്ഷിതമായി ഇതിനെ ഇട്ടിരിക്കുന്നത് എന്തിനാണ്? അവൾ ആ ഗൈഡ് പറഞ്ഞു, ഇത് അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഞണ്ടുകളാണ്. ചെറിയ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇവന്മാരെന്തോ ചെയ്യും, ചാടി രക്ഷപ്പെട്ടു പോയി. അങ്ങനെ ഓരോന്നും ഇവർ കണ്ടു പോവുകയാണ്. വീണ്ടും പോകുമ്പോഴും അത്രമാത്രം ഉറപ്പില്ലെങ്കിലും അതിനപ്പുറത്ത് നിൽക്കുന്ന നല്ല നന്നായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു ഭരണി. അപ്പോൾ അത് പറഞ്ഞു അത് ജപ്പാനിൽ നിന്നുള്ളതാണ്, ചൈനയിൽ നിന്നുള്ള, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഒരടപ്പും ഇല്ലാതെ തുറന്നു കിടക്കുന്ന ഒരു ഭരണി, അതിനകത്ത് ഞണ്ടുകളെല്ലാം വരിയായിട്ട് അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ വന്ന ആളുകൾക്കൊരു കൗതുകം. ഇത്രയും നാൾ നോക്കിയപ്പം ഇതെല്ലാം ഇങ്ങനെ പൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണ്, ഇതിന് ഒരടപ്പവും ഇല്ല, എന്നാൽ ഇവരെല്ലാം ഡിസിപ്ലിനാണ്. അവൾ ചോദിച്ചു, ഈ ഇത്രയും ഡിസിപ്ലിനുള്ള ഞണ്ടുകൾ എവിടെയാണ്? അപ്പം പറഞ്ഞു, ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഞണ്ടുകളാണ്. അത് ചോദിച്ചു, എന്താ ഇത്? പക്ഷേ ഭയങ്കര ഡിസിപ്ലിൻ ആണല്ലോ, ഇതൊന്നും എല്ലാം വൃത്തിയായിട്ട് അവിടെ ഇരിക്കുകയാണ്, ഒന്നും അങ്ങനെ. അപ്പം പറഞ്ഞ്, ഇത് അടയ്ക്കൊന്നും വേണ്ട, കാരണം ഏതെങ്കിലും ഒരുത്തൻ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ മറ്റവനെല്ലാം കാലെ പിടിച്ച് താഴോട്ട് ഇട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു അടപ്പും ഇതിൻ്റെ ആവശ്യമില്ല. വി ലീവ് ഇൻ ട്രിക്ക് ആൻഡ് ട്രാപ്പ്. തന്ത്രങ്ങളും കുടിലതന്ത്രങ്ങളും ഉപയോഗിച്ച് ജീവിക്കുന്ന സാഹചര്യമാണ് ഈ കാലഘട്ടത്തിലെ സാഹചര്യം. ലാബാൻ 20 വർഷം ഈ യാക്കോബിനെ തന്ത്രങ്ങൾ പറഞ്ഞു പറ്റിച്ചു, സേവ ചെയ്തു. ആദ്യത്തെ 7 വർഷം ഈ നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ യാക്കോബിന് ഈ റബേക്ക എന്ന് പറയുന്ന യാക്കോബ് റാഹേൽ എന്ന് പറയുന്ന ആളിനോട് സ്നേഹം തോന്നുന്നു. നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷ് അല്ലെങ്കിൽ പ്യാർ എന്ന ഭാഗമാണ്. ഈ പറയുന്ന പോലെ സ്നേഹം, പ്രണയം എന്ന് പറയുന്ന വാക്കുകളൊക്കെ അങ്ങോട്ട് മാറുകയാണ്. കുറച്ചുകൂടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ് റാഹേലിനെ ഡേറ്റ് ചെയ്ത് തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെ ഡേറ്റ് ചെയ്തു ഏശാവിനെ നേരിടാൻ പോകുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള ആൾബലങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കും, കർത്താവ് ഞങ്ങളങ്ങ് തകർന്ന് തരിപ്പണമായി പോയ ജീവിത സാഹചര്യങ്ങളാണല്ലോ എന്ന് വിചാരിക്കുമ്പോഴും ദൈവം തമ്പുരാൻ മറ്റു ബദലുകൾ ഒരുക്കി നമ്മെ മുമ്പോട്ട് നയിക്കും എന്നുള്ളത് യാതൊരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് യാക്കോബിനോട് ദൈവം പറയുന്ന ഇവിടെയാണ്, നിന്റെ പിതാക്കന്മാരുടെ ദൈവം അല്ലെ നിന്റെ മാതാപിതാക്കളുടെ ദൈവം നിന്റെ കൂടെ ഇരിക്കും എന്നുള്ളത് യാക്കോബിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞ് ഈ എൻ്റെ ധ്യാന പ്രസംഗം ഞാൻ ഈ സമയത്ത് അവസാനിപ്പിക്കാം. ഒന്ന്, കൽക്കൂമ്പാരങ്ങൾ ഉയർത്തുന്ന സാക്ഷ്യ അനുഭവങ്ങൾ. നമ്മൾ വായിച്ചല്ലോ, അവിടെ വന്ന് അവർ കൽക്കൂമ്പാരങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിന് യഹർ സാഹദൂത എന്ന പേരാണ്, അത് അരാമിക്കിലുള്ള പേരാണ്. അതിന് കൽക്കൂമ്പാരം എന്നർത്ഥം. അത് ലാബാൻ അതിനെ അങ്ങനെ വിളിക്കുന്നു. യാക്കോബ് അതിനെ ഗലേദ് എന്ന് എബ്രായ ഭാഷയിലുള്ള വാക്ക് വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൽക്കൂമ്പാരം സാക്ഷ്യത്തിൻ്റെ ഇടമാണ്, ഉടമ്പടിയാണ്. അവിടെ പല സാക്ഷ്യങ്ങൾ അവർ തമ്മിൽ പങ്കുവയ്ക്കുന്നു. എനിക്കും നിനക്കും തമ്മിൽ ഈ കൽക്കൂമ്പാരം സാക്ഷ്യമാണ്. അതുകൊണ്ട് ഈ കൽക്കൂമ്പാരത്തെ അവർ ദൈവമാക്കി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പലപ്പോഴും ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ സാക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന വീടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ വീടുകളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ആളുകൾ നിരന്തരമായി കുടുംബ പ്രാർത്ഥന നടത്തുന്ന വീടുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നമ്മൾ നടന്നു പോയാൽ, ഞാൻ യുവജന സഖ്യത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് രാത്രിയിൽ വാളകത്തിറങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് പൊടിയാട്ടുപുഴയിലേക്ക് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. നടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ പല വീടുകളും അവിടെ ഉണ്ട്. അവിടെ എല്ലാം പാട്ടുകളുണ്ട്. ഇപ്പോൾ ഞാൻ നടന്നു പോകാറില്ല എങ്കിൽ പോലും ഇപ്പോൾ ആ വീടുകൾ നമുക്കറിയാം, നമുക്ക് അവിടെ പാട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് സംശയമാണ്. ചില ആളുകളൊക്കെ ഒന്ന് പറയാം, അച്ഛാ ഇതെല്ലാം കണ്ട് അങ്ങ് ക്ഷീണിച്ച് കഴിഞ്ഞ് രാത്രി വേദോത്സവം വായിക്കാൻ വരുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം ബിഗ് ബോസ് കാണുന്നു, സീരിയൽ കാണുന്നു, അത് കാണുന്നു, ഈ പ്രോഗ്രാംസ് എല്ലാം കണ്ടു കഴിയുമ്പോൾ വേദോത്സവം വായിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം എന്നിട്ട് നമ്മളൊരു പാട്ടും പാടും, ഇഹലോഹമോ തരികില്ലൊരു സുഖവും മനഃശാന്തി. അത് പിന്നെ ഇത് കാണേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് പാടും, ഈ ലോകത്തിൽ ഒരു സംഗതിയും യാതൊരു മനഃശാന്തിയും തരത്തില്ല. സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നിരന്തരമായി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെ വെല്ലുവിളിക്കും. ഇപ്പോഴത്തെ ജനറേഷനെ കുറിച്ച് പറയുന്നത് ഒന്ന്, ഇപ്പോഴത്തെ ജനറേഷൻ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറേഷനാണ്, തെന്നി മാറിക്കൊണ്ടിരിക്കുന്ന ജനറേഷനാണ്, തലമുറയാണ്. അവരെ പിടിച്ചാൽ കിട്ടത്തില്ല. അച്ഛന്മാരുടെ പലരുടെയും പരിഭവം പള്ളിയിലേക്ക് യുവജന സഖ്യാംഗങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് പരിഭവം, പിടിച്ചാൽ കിട്ടത്തില്ല. 2, ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തു പറഞ്ഞാലും റിജക്റ്റ് ചെയ്യുന്ന ജനറേഷനാണ്.
നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല, അവർ തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ ഞാനൊരു യൂത്ത് ക്യാമ്പ് പ്രസംഗിച്ചിട്ട് അതിൻ്റെ അവസാനത്തെ സെക്ഷനിൽ, ഷെയറിംഗ് സെക്ഷനിൽ, BBAക്ക് പഠിക്കുന്ന 19 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അച്ഛൻ, ഐ ഹേറ്റ് മൈ ഫാദർ ആൻഡ് മൈ മദർ. എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ വല്ലാതെ വെറുക്കുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരിയും ആ ക്യാമ്പിനുണ്ട്. അപ്പം ഞാൻ അന്നേരം അവൻ്റെ സഹോദരി ഇരിക്കുന്നത് കൊണ്ട് വിശദമായി ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് അത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവനെ സ്വകാര്യമായി വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്താണ് പ്രശ്നം? അപ്പോൾ അവൻ ഒത്തിരി പരാതികൾ പറഞ്ഞു, ഒത്തിരി പരിഭവങ്ങൾ പറഞ്ഞു. അവനെ കേൾക്കാൻ ആളില്ല എന്ന് പറഞ്ഞു, അവനെ കേൾക്കുവാൻ മനസ്സില്ലാത്തവരുടെ കഥകൾ പറഞ്ഞു. നമ്മളാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ രാവിലെ ബോൺവിറ്റ, ഉച്ചയ്ക്ക് കോംപ്ലാൻ, വൈകിട്ട് ബൂസ്റ്റ്, ഇത് മൂന്നും പറ്റിയില്ലെങ്കിൽ രാത്രി ഒരു ഗ്ലാസ് പാൽ, ഇത് കൊടുത്താണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, എനിക്ക് എൻ്റെ അപ്പനോടും അമ്മയോടും വല്ലാത്ത വിദ്വേഷമാണ് അച്ഛാ, എനിക്ക് എൻ്റെ അപ്പനും അമ്മയോടും വല്ലാത്ത ദേഷ്യമാണ് അച്ഛാ എന്ന് അവൻ പറയുകയാണ്. റിജക്റ്റ് ചെയ്യുകയാണ്. ഒന്ന് തെന്നിമാറുകയാണ്, ഇങ്ങനെ വഴുവഴുക്കലിൽ യാത്ര ചെയ്യുന്നത് പോലെ തെന്നിമാറുന്ന ഒരു തലമുറ. 2, എന്തു പറഞ്ഞാലും റിജക്റ്റ് ചെയ്ത് തള്ളിക്കളയുന്ന തലമുറ. 3, ഒരു പാസീവ് ജനറേഷനാണ്. പാസീവ് ജനറേഷൻ്റെ ഉദാഹരണം മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. ഈ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ എന്തോ പറഞ്ഞാലും നോ റിലേഷൻഷിപ്പ്, നോ റിയാക്ഷൻ, ഒരു പ്രതികരണമില്ല. ഒരു പ്രതികരണവുമില്ലാത്ത തലമുറ രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീടുകളിലും നമ്മുടെ മാർത്തോമാ സഭയുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടങ്ങളിലും സാക്ഷ്യം വല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും പങ്കുവയ്ക്കലിൻ്റെ ഇടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുവാനുള്ള സാധ്യതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യാക്കോബും ലാബാനും തമ്മിൽ കൽക്കൂമ്പാരം ഉയർത്തിക്കൊണ്ട് ദൈവം മുൻപാകെ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ആരാധന കഴിഞ്ഞ്, പ്രസംഗം കഴിഞ്ഞ് തിരിച്ച് നാളെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പോകുമ്പോൾ ഈ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരുക എന്നുള്ളത് പ്രധാനമാണ്. സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങൾ നമ്മളെ വല്ലാതെ തകർക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. സാക്ഷ്യമില്ലാതെ പോകുന്ന കുടുംബങ്ങൾ, കുടുംബബന്ധങ്ങൾ, സജീവത നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ നമ്മളെ വല്ലാതെ തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ കൽക്കൂമ്പാരം ഉയർത്തുന്ന സാക്ഷ്യം ഇന്ന് നമ്മെ വല്ലാതെ വെല്ലുവിളിക്കുകയാണ്. ഈ കൽക്കൂമ്പാരം ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, ലാബാൻ പറയുകയാണ്, എനിക്കും നിനക്കും മധ്യസ്ഥനായിട്ടുള്ളത് നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മധ്യസ്ഥനായിട്ടുള്ളത് എന്താണ്? നമ്മുടെ മധ്യേ ഉള്ളത് എന്താണ്? നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എന്താണ് ഇന്നുള്ളത്? ദൈവമുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് പല ആളുകൾക്കും മടിയാണ്, പല ആളുകൾക്കും വലിയ പ്രയാസമാണ്. അപ്പോഴാണ് ഇവർ പറയുകയാണ്, ലാബാൻ പറയുകയാണ്, നിനക്കും എനിക്കും മധ്യേ ഉള്ളത് ദൈവം നമ്പുരാനാണ്. അതിൽ നിന്ന് ഒരു അണുവിട മാറാനായിട്ട് ദൈവം നമ്പുരാൻ നമ്മെ അനുവദിക്കുകയില്ല. നമ്മളെ ഒരു ട്രെൻഡിങ് കാലഘട്ടമാണല്ലോ. അതായത് ഇപ്പോഴത്തെ ആളുകളെക്കുറിച്ച് പറയുന്നത് തന്നെ ഉണ്ണുക, ഉറങ്ങുക, റീൽസ് കണ്ട് ആനന്ദിക്കുക എന്നാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. ആളുകൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ ആളുകളുടെ ഭാഷ തന്നെ ഇപ്പം സാധാരണയായിട്ട് ഇപ്പം നമ്മുടെ ഭവന സന്ദർശനങ്ങളിൽ നമ്മൾ ഒരു വീട്ടിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പല വീടുകളിൽ നിന്ന് കിട്ടുന്ന മറുപടിയൊക്കെ 5G, 4G, 3G, 2G എന്നൊക്കെ പറയുന്ന വളരെ അഡ്വാൻസ്ഡ് വാക്കുകളാണ്. അപ്പോൾ ഞാനൊരു വീട്ടിൽ ചെന്നപ്പം ചോദിച്ചു എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ ആൻറ്റി പറഞ്ഞു വെച്ചാൽ 2 പ്രീപെയ്ഡും 1 പോസ്റ്റ് പെയ്ഡും ഉണ്ടെന്ന് പറഞ്ഞു. അത് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺപിള്ളേരാണ് കേട്ടോ, ഇല്ലാത്തൊരു പഠിച്ചു വെച്ചോണം. പോസ്റ്റ് പെയ്ഡ് പെൺപിള്ളേരാണ്. പ്രീപെയ്ഡ് നേരത്തെ സ്ത്രീധനം എവിടെയോ കണ്ടുവച്ചിട്ടുണ്ട്, അത് കിട്ടും. പോസ്റ്റ് പെയ്ഡ് കല്യാണം കഴിക്കുമ്പോൾ ബില്ലടിച്ച് വരും, കൊടുക്കണം എന്നുള്ളതാണ് പോസ്റ്റ് പെയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മുടെ വീടുകളിൽ നമ്മുടെ അങ്കിളുമാർ നമ്മുടെ വീടുകളിൽ കാണാറില്ല. അവർ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛാ പുള്ളി മിക്കവാറും റോമിങ്ങിലാണ്, ഇപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്. രാത്രി പുള്ളി വൈബ്രേറ്റിംഗ് മോഡിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. വെള്ളം അടിച്ചിട്ട് വരുമെന്നാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത്. വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പം ഞാനൊരു കൊട്ടു കൊടുക്കുമ്പം പുള്ളി സ്ലീപ്പിംഗ് മോഡിലോ സൈലൻറ്റ് മോഡിലോ ഫ്ലൈറ്റ് മോഡിലോ ആകും. ഞാനൊരു അടി അത്രേ ഉള്ളൂ, പച്ചമലയാളത്തിൽ. അമ്മാമ്മയുടെ അടി കൊണ്ട് അച്ഛൻ വീണ് താഴെ കിടക്കും, അല്ല ഉറക്കത്തിലായി പോകുന്നതേ ഉള്ളൊരു അർത്ഥം. എന്നാലും പറഞ്ഞത് വലിയ സംഗതിയാണ്, വളരെ ട്രെൻഡിങ് ആണ്. നിങ്ങളെ പിള്ളേരെ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരുത്തൻ അവൻ്റെ കൂട്ടുകാരൻ താഴത്തെ നിലയിൽ നിന്ന് പിന്നെ നിന്നിട്ട് അവനെ ഈ ഗേറ്റിൻ്റെ പുറത്തുനിന്ന് ഹോൺ അടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ മേളത്തെ നിലയ്ക്കാണ് കൂട്ടുകാരൻ. അവൻ പറഞ്ഞു, എടാ റംബൂട്ടാൻ വീട്ടിലുണ്ട്, നീ പൊയ്ക്കോ, പിന്നെ ഞാൻ വന്നത്. അവൻ ഈ അപ്പനെ വിളിക്കുന്ന പേരാ റംബൂട്ടാൻ. നിങ്ങൾ ഈ റംബൂട്ടാനെ വളർത്തുന്നത് എങ്ങനെ? റംബൂട്ടാൻ അച്ഛൻ്റെ സ്ഥലത്ത് അങ്ങോട്ടൊക്കെ റംബൂട്ടാനുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെ?
അപ്പൻ ഇവനെ ഇങ്ങനെ വലയിട്ട് പിടിച്ചേക്കും കേട്ടോ. ഇവനിങ്ങനെ ഈ വഴുതി മാറിപ്പോകാതെ ഞാൻ പറഞ്ഞു ഡ്രിഫ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പം അവൻ മേളിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അപ്പോൾ ഇവിടെ റംബൂട്ടാൻ വീട്ടിലുണ്ട്, നീ പൊയ്ക്കോ, ഞാൻ റംബൂട്ടാൻ പൊഴിയുമ്പോൾ ഞാനങ്ങ് വന്നേക്കാം, അതായത് റംബൂട്ടാൻ പുറത്തോട്ട് പോകുമ്പോൾ ഞാനങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞു. ചിരിക്കുന്നതൊക്കെ കൊള്ളാം, നിങ്ങൾ പഠിച്ചു വെച്ചോണം കേട്ടോ. പിള്ളേരെന്തുവാ നിങ്ങളെ വിളിക്കുന്ന ഭാഷ എന്താണെന്നൊക്കെ പഠിച്ചോണം. സാക്ഷ്യം നഷ്ടപ്പെടുകയാണ്. പള്ളി വരാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമാണ്. യുവജന സഖ്യത്തിനകത്തിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ യാക്കോബും ലാബാനും കൂടെ ചേർന്ന് കൽക്കൂമ്പാരം ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, ദൈവം എനിക്കും നിനക്കും മധ്യേ സാക്ഷ്യത്തിൻ്റെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് ഈ കുടുംബ യോഗ ധ്യാന യോഗത്തിൻ്റെ അവസാന രാത്രി കഴിഞ്ഞ് നാളെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുമിച്ച് പറയാൻ ഇടയായിട്ട് തീരണം, ദൈവമാണ് എനിക്കും നിനക്കും മധ്യേ ഞങ്ങളുടെ കുടുംബത്തിൽ സാക്ഷ്യത്തിൻ്റെ അനുഭവം നിലനിർത്തുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് പറയുവാൻ ഇടയായിട്ട് തീരണം. കൽക്കൂമ്പാരങ്ങൾ നമ്മുടെ വീടുകളാണ്. യാക്കോബും ലാബാനും ഉയർത്തിയ കൽക്കൂമ്പാരങ്ങൾ നമ്മുടെ വീടുകളാണെങ്കിൽ നമ്മുടെ സാക്ഷ്യങ്ങൾ വളരെ ശാന്തമായി ഈ കാലഘട്ടങ്ങളിൽ നമ്മെ മുൻപോട്ട് നയിക്കണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. 2, ഇവിടെ ചെയ്യുന്നത് എന്താ പറയുക, ഒരു പൂർവികതയെ വിസ്മരിക്കാത്ത സാക്ഷ്യാനുഭവങ്ങൾ. 1, അവർ ഞാൻ പറഞ്ഞത് കൽക്കൂമ്പാരങ്ങൾ ഉയർത്തുന്ന സാക്ഷ്യാനുഭവങ്ങളാണ്. 2, പൂർവികതയെ വിസ്മരിക്കാത്ത സാക്ഷ്യ അനുഭവങ്ങൾ. അവർ പറയുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയും. അബ്രഹാമിൻ്റെ സഹോദരങ്ങളുടെ ദൈവം, ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക്, അല്ല ദൈവികമായ ഇടത്തിലേക്ക് തിരിച്ചു പോകുവാൻ, മടങ്ങിപ്പോകുവാൻ യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ നിന്നും വിട്ടുപോവുകയാണ്. ലാബാൻ ഈ ഭവനത്തിൽ നിന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ ഈ ഭാഗത്തിൻ്റെ അവസാനം സമയം കിട്ടുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം. 7 ദിവസം കഴിയുമ്പോഴാണ് ഈ ഇടത്തിലേക്ക് വീണ്ടും അവർ വന്നെത്തുന്നത്. വന്നെത്തുമ്പോൾ പറയുകയാണ്, നീ ഇതെന്നോട് പറയാതെ എന്തിനാണ് പോയത്? അവൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ലാബാൻ ഒരു ട്രിക്കും ട്രാപ്പും നടത്തുന്ന ആളായത് അദ്ദേഹത്തിൻ്റെ മകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോളെന്തോയും അപ്പൻ്റെ വിഗ്രഹങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് വരും. മകള് അപ്പൻ്റെ വിഗ്രഹങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് വരികയാണ്. ദൈവികമായ വിഗ്രഹങ്ങൾ, അപ്പൻ ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് ഞാൻ ഈ ട്രിക്കും ട്രാപ്പും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ള ആളുകളും അതെടുത്ത് ഉപയോഗിക്കും. നമുക്കെതിരെ തിരിച്ചും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൻ്റെ അമ്മയുടെ ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന ആളുകൾ, എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വരുന്ന നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കൊച്ചുങ്ങൾ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന കൊച്ചുങ്ങളോടൊക്കെ പറയും, നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത് കൊള്ളാം, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നത് കൊള്ളാം. എന്നാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ, വിദേശത്തൊക്കെ പോയി കുറച്ച് പൈസയായി കഴിയുമ്പോൾ, നമ്മളെ അമ്മയപ്പന്മാർ ആരാധിച്ചിരുന്ന ദൈവം, സഭ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരസ്കരിച്ച് പോകുന്ന ഒരു സമീപനം ഇപ്പോൾ നമ്മൾ ചുറ്റുപാടുകളിലും കാണാറുണ്ട്. സാധാരണ അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ +2 വരെ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എൻജിനീയറിംഗ് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനപ്പുറമായിട്ടൊക്കെ നിങ്ങളെ പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ വരെ കൊണ്ടെത്തിക്കുവാനൊക്കെ കൂടെ നിന്നത് ദൈവം തമ്പുരാൻ ഈ സഭയിലൂടെയാണ്. ഈ ദൈവം തന്നെയാണ് നിങ്ങളെ നടത്തിയത്. നിങ്ങൾ +2 പഠിക്കാൻ ഇട നൽകി, എൻട്രൻസ് എഴുതാനായിട്ട് ഇട നൽകി, ജയിച്ചു, പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി, എക്സാം എഴുതി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അയ്യോ ഇത് വേണ്ട, ഇത് കുറവാണ് എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ടാണ് സാധു കൊച്ചു ഉപദേശി പാടിയ മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട്. പാട്ടിങ്ങനെയാണ്, മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവ് അത്ര. അതിൻ്റെ 3-ാമത്തെ വരി എങ്ങനെയാണെന്ന് അറിയാമോ? പൈതൽ പ്രായം മുതൽ കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്നുള്ളത്? പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ, ഈ നിമിഷം വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി എന്ന് പറയുന്നതാണ് സാക്ഷ്യത്തിൻ്റെ അനുഭവങ്ങൾ. പൂർവ്വ മാതാപിതാക്കൾ ആരാധിച്ചിരുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ അമ്മയപ്പന്മാരൊക്കെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലൂടെയാണ് നമ്മെ എല്ലാവരെയും വളർത്തിയത്. പുതിയ ജനറേഷന് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിടികിട്ടണം എന്നില്ല. ഞാൻ പറഞ്ഞില്ല, അവർ എല്ലാവരും വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോവുകയാണ്. അത് അവരുടെ കുറ്റമല്ല, കാലം അങ്ങനെ പോവുകയാണ്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ പോയേ പറ്റുകയുള്ളൂ. നമ്മളവരെ കുറ്റപ്പെടുത്താനൊന്നും ഇടയായിട്ട് തീരരുത്. പണ്ട് ഞാനിരുന്ന പള്ളിയിൽ ഒരു കൊച്ചൻ, അവൻ പള്ളി വരാത്തതിൻ്റെ കാരണം അവൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവനെ ഞാൻ ഇങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അപ്പോൾ അവൻ്റെ മുടി ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുകയാണ്. അവനിങ്ങനെ ചുരുട്ടിയാണ് മുടി വളർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ അങ്ങനെ വന്നു. ഒരാഴ്ച അവനെ വളരെ ബുദ്ധിമുട്ടിച്ച് വന്നു. അവൻ ചെവിയിലൊരു ചെറിയ ഒരു കമ്മലൊക്കെ അവൻ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ അവൻ പള്ളി വന്ന് കുർബാന കൊള്ളാൻ പോയപ്പോൾ അവിടെ ഇരുന്ന മുഴുവൻ ആളുകളും ഈ കൊച്ചനെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. ചൂണ്ടി അവനെ നോക്കുന്നു. ആളുകൾ ഇവനെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യുകയാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ വന്നപ്പോഴുള്ള അവസ്ഥ കണ്ടില്ലേ, എല്ലാവരും എന്നെ തന്നെ ഞാൻ വലിയ ഏതോ കുറ്റം ചെയ്ത പോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ വരാത്തത്, കാരണം എൻ്റെ സ്വാതന്ത്ര്യം അവർ നഷ്ടപ്പെടുത്തുകയാണ്. അവൻ പിന്നെ പള്ളി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുതിയ തലമുറ അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അവർക്കറിയൂ എന്നറിയില്ല. പഴയ കാലഘട്ടങ്ങളിൽ നിന്നും ദൈവം തമ്പുരാൻ നമ്മെ വളരെ ശക്തമായി ഈ കാലഘട്ടത്തിൽ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ്, അത് ഇമ്മാനുവേൽ അനുഭവമായതുകൊണ്ടാണ്, അത് എമ്മവസിലേക്ക് നടക്കുന്ന ശിഷ്യന്മാർ തിരിച്ചറിയാതെ പോയ യേശു ക്രിസ്തുവിനെ അപ്പം മുറിക്കുമ്പോൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ആ ദൈവം തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിലൂടെ മുൻപോട്ട് പോകും. അതുകൊണ്ട് ഈ പൂർവികതയെ നഷ്ടപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ നമുക്കുണ്ടാകാനായിട്ട് ഇടയായിട്ട് തീരരുത്. അബ്രഹാം തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഒന്നുമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ അബ്രഹാമിനെ കാണിപ്പാനിരുന്ന ദേശത്തേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യനാണ് അബ്രഹാം. ഒരു നേട്ടമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യാക്കോബിനെ പോലെ തന്നെ വളരെ വെറും കയ്യായി ഇറങ്ങിപ്പോയ മനുഷ്യനാണ്. ലോത്തുമായി ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ ലോത്തിനോട് ഇഷ്ടമുള്ള സ്ഥലമെടുക്കാൻ പറഞ്ഞ മനുഷ്യനാണ്. പൂർവികതയെ വിസ്മരിക്കാതെ പോകുവാൻ ഈ കുടുംബ നാളുകളിൽ നമുക്ക് സാധ്യമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. നമ്മളൊരു ആഘോഷങ്ങൾ വല്ലാതെ നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. നമ്മുടെ ഈ ഒരു കല്യാണങ്ങളിലൊക്കെ വല്ലാത്ത ആഘോഷമാണ്. വിവാഹ സൽക്കാരങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായുള്ള ആഘോഷങ്ങൾ നമ്മുടെ വിവാഹങ്ങളിൽ വരികയാണ്. ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഇങ്ങനെ ബോംബ് പൊട്ടിക്കുകയാണ്. നടന്നു വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര പടക്കം പൊട്ടിച്ചാണ് ആളുകൾ കയറി വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ബുഫേ സിസ്റ്റം ഇവിടെയൊക്കെ ആയിട്ടുണ്ടല്ലോ. ഈ കഴിഞ്ഞിടയിൽ ഒരു കല്യാണത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇവനിങ്ങനെ ഈ ഓഡിറ്റോറിയത്തിൽ കിടന്ന് നെട്ടോട്ടം ഓടുകയാണ് ഈ പാത്രം എടുത്തുകൊണ്ട്. അപ്പം അവൻ എന്നോടൊന്ന് ചോദിച്ചു, അച്ഛാ ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചു. കാരണം അവിടെ ഈ പലതുണ്ട്, സൂപ്പ്, അതിനുശേഷം ഡെസേർട്ടുകൾ, ഫ്രൂട്ട്സ്, പിന്നെ ഫ്രൈഡ് റൈസ്, അങ്ങനെ പല സംഗതികൾ ഇങ്ങനെ കൗണ്ടറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവന് വലിയ പിടുത്തില്ല. അപ്പോൾ അവൻ എന്നോടൊന്ന് ചോദിച്ചു, അച്ഛാ ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ആളുകളൊക്കെ ഇങ്ങനെ ഇടിച്ച് കയറുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ നീ എവിടുന്നെങ്കിലും അങ്ങ് തുടങ്ങുക, ആൾക്കാർ ഇടി കണ്ടില്ല, അവസാനം നിനക്ക് ഒന്നും കിട്ടത്തില്ല, നിനക്ക് കിട്ടുന്നേ വെച്ചങ്ങ് തുടങ്ങാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകിച്ച് അവരെ കൃത്യമായി തന്നെ എങ്ങനെയാണ് ഒരു കല്യാണത്തിനായിട്ട് അവരെ ഒരുക്കേണ്ടത്, അവിടെ എവിടെയാണ് ദൈവത്തിൻ്റെ സാക്ഷി അനുഭവം നമ്മൾ നൽകുന്നത്. നമ്മൾ കുർബാന ആരാധന മധ്യേ ശുശ്രൂഷ മധ്യേയൊക്കെ പറയും, ദൈവം എനിക്കും നിനക്കും മധ്യേ സാക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ് സാക്ഷി ഉടമ്പടികളൊക്കെ പറഞ്ഞാണ് കല്യാണം നടത്തുന്നത്. എന്നാൽ വല്ലാത്ത ആഡംബരങ്ങൾ നമ്മുടെ വിവാഹങ്ങൾ നടക്കുന്നത്. ഇവിടെ പൗഡറൊക്കെ തേച്ച് ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ഇട്ട് ഇനി വിവാഹം കഴിക്കാനിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ വലുതാണ്. പടമെടുപ്പും വെടിവെപ്പും എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ ഫോട്ടോഷൂട്ട് എന്ന് പറയും. ഇപ്പോൾ പടം എടുക്കുകയാണ്, വെടിവെക്കുകയാണ് അല്ലേ. ഇപ്പോൾ JCBയുടെ തുമ്പിക്കൈയിൽ കയറി പ്രതിശ്രുത വധുവും വരനും കൂടെ പോവുക. പിന്നെ ഇപ്പോൾ വേറെ ട്രെൻഡിങ് ആയിട്ടുള്ള 2 സംഗതിയുണ്ട്. ഒന്ന്, ഈ കടൽ തീരത്ത് പോയിട്ട് ഈ പട്ടി എല്ലും കഷ്ണം കാണുമ്പോൾ നാക്ക് നീട്ടി കിടക്കുന്ന പോലെ ഈ കടൽ തിര കാല് നീട്ടി കിടക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ തിര ഇങ്ങനെ അടിച്ചു വരുമ്പോൾ മേളി എഴുതി വെക്കും, കടലമ്മ കള്ളി എന്ന് എഴുതി വെക്കും. തിര ഇങ്ങനെ അടിച്ചു വരികയും ചെയ്യുമ്പോൾ അത് ഷൂട്ട് ചെയ്യുക. കഴിഞ്ഞിടയ്ക്ക് കല്യാണം കൊണ്ട് കഴിഞ്ഞ ഉടൻ തന്നെ 70 കിലോ ഉള്ള പ്രതിശ്രുത വധുവിനെ എടുത്തുകൊണ്ട് ഒറ്റയടി തടിപ്പാലത്തിലൂടെ, തെങ്ങും പാലത്തിലൂടെ നടക്കുന്ന ഫോട്ടോഷൂട്ട്. കറക്റ്റ് ഒത്ത നടക്കുന്നപ്പോൾ തെങ്ങും പാലം ഒടിഞ്ഞു വീണ് 2 കൂടെ വെള്ളത്തിൽ വീണപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് പള്ളി പോകുന്ന പാർട്ടിയായിരുന്നു. അവൾ അന്നേരം അവിടെ നിന്ന് പാടി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ. അവിടെ മനസ്സിൽ എങ്ങനെയോ ബോധം കിട്ടി. നമുക്കിത് വേണോ? നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ആ സമയം കൊണ്ട് ഈ വിവാഹത്തിൻ്റെ പല കോമഡിയാണ് ഈ വിവാഹത്തിലൊക്കെ നടക്കുന്നത്. ഞാൻ നടത്തിയൊരു വിവാഹത്തിൽ ഈ പൂർവ്വ വിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ, പൂർവികർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ പാട്ടുണ്ടല്ലോ, ഈ പറഞ്ഞ ഭാഗത്തു നിന്നുള്ള പാട്ടുകളാണ് ആ പാട്ടുകൾ. അപ്പോൾ ഞാൻ പൂർവ്വവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ തൻ ബഹുലമതാൽ എന്ന് പറയുന്ന പാട്ട് ഞാൻ പറഞ്ഞു പാട്ട് പാടും. ഇത് പൂർവ്വ മാതാപിതാക്കളെ നടത്തിയ അബ്രഹാം, ഇസ്ഹാക്ക് തുടങ്ങിയ ആളുകളെ നടത്തിയ പാട്ടാണ്. മനോഹരമായ പാട്ടാണ്. ഞാൻ വണങ്ങി കുരിശു വരയ്ക്കുമ്പോൾ നിങ്ങളും വണങ്ങി കുരിശു വരയ്ക്കണം. അപ്പോൾ ഞാൻ പാട്ട് തുടങ്ങി, പൂർവ്വ വിശുദ്ധരെ വാഴ്ത്തി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നോക്കി റൂഷ്മ വരച്ചപ്പോൾ ഈ പെൺകുട്ടി എന്നെ നോക്കി റൂഷ്മ വരച്ചു, ഇങ്ങനെ തിരിച്ച്. അപ്പോൾ ഈ പയ്യൻ ഒരു തട്ട് കൊടുത്തപ്പം എന്നിട്ട് അവൻ ഇങ്ങനെ തല കുലുക്കി കാണിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അല്ല ഇങ്ങനെ എന്നാന്ന് പറഞ്ഞു. അവൻ പേടിച്ചു പോയി, കാരണം അല്ലേ പോകാനി. അവനും വരച്ചു. അവളൊരു ഒന്നാമത് വരച്ചപ്പോൾ ഞാൻ അസ്വസ്ഥനായി. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഈ കാലഘട്ടത്തിൽ. അത് ലൈവാണല്ലേ. ഈ ലൈവിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം.
അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ വെച്ചാൽ അടുത്തത് അവർ ശരിയാക്കുമെന്നു. ആ പാട്ടിൻ്റെ അവസാന ചരണം വരെ അവരെന്നെ, ഞാൻ അങ്ങോട്ട് വരയ്ക്കും, അവരിങ്ങോട്ട് വരയ്ക്കും. അപ്പോൾ ഈ അച്ഛന്മാരൊക്കെ ഒരു വല്ലാതെ അന്താളിപ്പി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ ദുരന്തം അതുകൊണ്ട് അവസാനിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏദൻ തോട്ടം പാടി ഈ മിന്നു കൊണ്ടുവന്ന് അവൻ്റെ വലത്തെ കയ്യിലോട്ട് കൊടുത്തു, അത് കഴിഞ്ഞ് ഇടത്തെ കയ്യിലോട്ടും കൊടുത്തു. അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്തുവന്ന്? ഞാൻ പറഞ്ഞു കെട്ടാൻ പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ഞാനോ ഒന്ന്, പിന്നെ ഞാൻ കെട്ടാൻ പറ്റും? അവൻ എന്നോട് ഞാൻ ഒന്ന് കെട്ടിയതിൻ്റെ പാട് എനിക്കറിയാം. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ഞാനോ? ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ പഠിക്കാത്തത്? മന്ത്രകോടി എടുത്തു, അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഞാൻ സാധാരണ ഞാൻ തന്നെ കൈ പിടിക്കും തലയിലേക്ക് ഇടാൻ, അവൻ കഴുത്തിൽ കൊണ്ടുവച്ചു കൃത്യമായി. ഞാൻ തല കുലുക്കി. സേവ് ദ ഡേറ്റിന് പോകുന്ന സമയം മതി, നമ്മുടെ ആരാധനാ സമൂഹങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സമയം മതി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കല്യാണം കഴിക്കാനായിട്ടൊക്കെ പോകാൻ റെഡിയായിട്ട് നിൽക്കുക. നിങ്ങളുടെ കാലഘട്ടമല്ല ഈ കാലഘട്ടം. പൂർവികതയെ നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ ഇന്ന് നമ്മുടെ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യാക്കോബും ലാബാനും ഉടമ്പടി പറഞ്ഞതിന് ശേഷം യാക്കോബ് തൻ്റെ അമ്മയപ്പന്മാരുടെ ദേശത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എല്ലാവിധമായ സമ്പൽ സമൃദ്ധികളും മനുഷ്യന് ലാബാന്റെ അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ അപ്പൻ ബെതുവേലിൻ്റെ ഭവനത്തിൽ ലഭ്യമായി തീർന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം മറന്നു, അത് വേണ്ട. തിരിച്ച് ദൈവം തമ്പുരാൻ പറയുകയാണ്, നിങ്ങളതിൻ്റെ മൂന്നാമത്തെ വാക്യം, ഞാൻ വായിച്ച ഭാഗത്തിൻ്റെ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യഹോവ പറയുന്നുണ്ട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറയുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉയർത്തേണ്ടതായി ഞാൻ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. ഒന്ന്, കൽക്കൂമ്പാരങ്ങൾ ഉയർത്തുന്ന സാക്ഷ്യ അനുഭവങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ വീടിനെ ഇതൊരു കൽക്കൂമ്പാരമാക്കി മാറ്റി നിർത്തിയാട്ട്. നിങ്ങളുടെ വീടൊരു കൽക്കൂമ്പാരമാണ് എന്ന് നിങ്ങൾ കണ്ടാട്ട്, അങ്ങനെ പറഞ്ഞ് മനസ്സിൽ വെച്ചാട്ട്, ഗിലെയാദ് പർവ്വതത്തിൽ മിസ്പ കാവൽമാണം ഉയർത്തുന്നത് പോലെ നിങ്ങളുടെ വീട് ഈ പർവ്വതത്തിൽ ഉയർന്നു നിൽക്കുന്ന സാക്ഷ്യത്തിൻ്റെ ഉടമ്പടിയാണ്, അനുഭവമാണ് എന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അത് നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല. നിങ്ങളുടെ മാതാപിതാക്കൾ കിടന്ന് അധ്വാനിച്ച് പാടുപെട്ടതാണ് ഈ സാക്ഷ്യത്തിൻ്റെ അനുഭവം. നിങ്ങളുടെ മക്കളുടെ കാലഘട്ടങ്ങളിൽ അത് നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല. അതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ച ഒരു വലിയ സംഭവം നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും എന്നെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന സംഭവമാണ് ആ സംഭവം. മുഖം മറയ്ക്കാൻ ആളില്ലാതെ പ്രതാപിയായ ഒരു മനുഷ്യൻ ജീവിച്ചു മരിച്ചു എന്ന് പറയുമ്പം ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾ, തലമുറകൾ നഷ്ടപ്പെടാതെ നിങ്ങളുടെ വീടിനെ ഒരു നല്ല കൽക്കൂമ്പാരമാക്കി ഉയർത്തുവാൻ നിങ്ങൾക്ക് ഇടയായിട്ട് തീരുക എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങളിതിൻ്റെ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ഒരുമിച്ച് ഭക്ഷണം പങ്കിട്ടിട്ട് ലാബാൻ തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അവരൊരുമിച്ച് ഭക്ഷണം പങ്കുവച്ചു, ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിച്ചു. ഒരുമിച്ച് ഭക്ഷണം പങ്കുവയ്ക്കൽ, ഇന്ന് പണ്ടൊക്കെ എല്ലാവരും വീട്ടിൽ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിന് ഡൈനിങ് ടേബിൾ സംവിധാനം ഒന്നും പണ്ടില്ല. അവസാനമാണ് അമ്മ കഴിക്കുന്നത്. അമ്മ കഴിക്കുമ്പോൾ പലപ്പോഴും അവസാനം ചോറില്ലാതെ വരുമ്പോൾ, കഞ്ഞിയില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അരത്തവി വരുമ്പം അമ്മ പറയും, ഇന്നെനിക്ക് വിശപ്പില്ല മക്കളെ എന്ന് പറയും. അത് പഴയ കാലഘട്ടമാണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ അതാത് രീതികളിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കണം. കഴിച്ചുകൊണ്ട് നമ്മളെല്ലാം വളർന്നു നന്നായി മുമ്പോട്ട് പോയി. ഇവിടെ വായിക്കുന്നു, അവർ സഹോദരന്മാരൊരുമിച്ച് ഭക്ഷണം പങ്കുവച്ചതിന് ശേഷം യാക്കോബ് തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി, തൻ്റെ അമ്മയപ്പന്മാരുടെ ഇടത്തിലേക്ക് മടങ്ങിപ്പോയി. രണ്ട്, ഞാൻ പറഞ്ഞത് പൂർവികതയെ വിസ്മരിക്കാത്ത സാക്ഷ്യ അനുഭവമാണ്. നടന്നു വന്ന വഴികൾ മറന്നു പോകരുത്. നടത്തിയ വഴികളും വിധങ്ങളും മറന്നു പോകരുത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയുവാൻ ഇടയായിട്ട് തീരണം. ഞാൻ ആദ്യം അച്ഛനായിട്ട് പോകുന്നത് നാസിക് എന്ന് പറയുന്ന സ്ഥലത്താണ്. 15 വർഷം മുമ്പ് അവിടെ എന്നെ വല്ലാതെ, നേരത്തെ പറഞ്ഞ പോലെ പല സംഭവങ്ങളും ഞങ്ങളെങ്ങനെ വല്ലാതെ സ്വാധീനിക്കും. ഒരു സംഭവം, പല സംഭവങ്ങളിൽ ഒരു സംഭവം, ഞായറാഴ്ച ഞാൻ ഈ കുർബാന കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ റെയിലിങ്സ് ചെറിയ റെയിലിങ്സാണ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് കരയുകയാണ്. ഭയങ്കരമായി കരയുന്നു. നമുക്ക് ആളുകൾ ഇങ്ങനെ പിന്നെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഏങ്ങലടിച്ച് കരയുകയാണ്. അടുത്ത് വന്ന് ഞാൻ അപ്പം അന്ന് കോവിഡ് വന്നില്ലല്ലോ, അപ്പോൾ അപ്പം നമ്മൾ വായി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ആളാണ്, ആ പള്ളിയിലെ മെമ്പറല്ല. വീഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവള്
കുർബാന കഴിഞ്ഞ് ഇറങ്ങിപ്പോയി, കണ്ടില്ല, ആരാന്ന് എനിക്കറിയത്തില്ല. അടുത്ത ആഴ്ചയുണ്ട് ഇതുപോലെ ഏങ്ങലടിച്ച് കരയുകയാണ്, വിങ്ങിപ്പൊട്ടി കരയുകയാണ് കുർബാന കൈക്കൊള്ളാൻ വരുമ്പോൾ. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ പള്ളി മുകളിലത്തെ നിലയിലും താഴെയാണ് പാസനേജും നമ്മുടെ ഒരു ചെറിയ ചായ കുടിക്കാനുള്ള ഒരു പോർട്ടിക്ക പോലെ അതിൻ്റെ ഫ്രണ്ടിൽ. അന്ന് ചായ സൽക്കാരമുള്ള ഞായറാഴ്ച ആയതുകൊണ്ട് ഈ പെൺകുട്ടി ഞാൻ താഴെ ഇറങ്ങി വരുമ്പോൾ ദൂരെ മാറി ഇന്ന് ചായ കുടിക്കുകയാണ്. അവളോട് ആരും അങ്ങനെ സംസാരിക്കും, കാരണം നമ്മുടെ പള്ളിയിലൊരു കുഴപ്പമുണ്ട്, അപരിചിതരായിട്ടുള്ള ആരുണ്ടെങ്കിൽ നമ്മൾ പോയി അങ്ങോട്ടൊന്ന് സംസാരിക്കും, അവൻ വേണേ വന്ന് സംസാരിച്ചോട്ടെന്നാണ് നമ്മുടെ ഒരു ചിന്ത. ആരും മിണ്ടാനൊന്നുമില്ല. അപ്പം ഞാൻ ഇവളെ വിളിച്ചിട്ട് ചോദിച്ചു, സഹോദരി പേരെന്താണ്? അവൾ പേര് പറഞ്ഞു. വീട് എവിടെയാണ്? വീട് പറഞ്ഞു. ഇവിടെ എവിടെ വന്നതാണ്? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ ഞാൻ എൻ്റെ സഹോദരൻ്റെ കൂടെയാണ്. സഹോദരൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടി, നമുക്ക് പരിചയമുള്ള ആളാണ്, നമ്മുടെ മെമ്പറാണ്, അവിടുന്ന് ഒരു 30 കിലോമീറ്റർ ദൂരെയാണ് അവൻ താമസിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു ദിവസം കൊച്ചമ്മയും കൂട്ടി വീട്ടിൽ വരാമോ, സഹോദരൻ്റെ വീട്ടിൽ? ഞാൻ പറഞ്ഞു വരാം, കാരണം അവിടെ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആ ഏരിയയിൽ പോയേ പറ്റൂ. കാരണം നമുക്കവിടെ 5 വീടേ ആ പ്രയർ ഗ്രൂപ്പിലുള്ളൂ. 5 വീട് നമ്മളവിടെ ചെന്നില്ലെങ്കിൽ അവിടെ 7 പാസ്റ്റർമാർ ഇവരെ 5 പേരെ കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ ഒരു ബൈക്കേ ഉള്ളൂ, അന്ന് കാറില്ല അവിടെ പള്ളി. അപ്പം അന്ന് ഈ ഹൈവേ ആണ്, ഈ ബോംബെ ആഗ്ര ഹൈവേയിലാണ് പോകേണ്ടത്. അപ്പോൾ അവിടുത്തെ ഒരു അങ്കിളുണ്ട്, വണ്ടിയുള്ള അങ്കിൾ പറയാം, അച്ഛാ ഞാൻ വിളിച്ചുകൊണ്ട് വരാം അച്ഛനെ എന്ന് പല ദിവസം പറയാം. എനിക്ക് ഇഷ്ടമല്ല, കാരണം പുള്ളി എന്നെ വിളിക്കാൻ വേണ്ടി 30 കിലോമീറ്റർ ഓടണം, തിരിച്ചു എന്നെ പോകണം, വീണ്ടും അങ്ങനെ പുള്ളി ഒരു 120 കിലോമീറ്റർ വണ്ടി ഓടിക്കണം. അത് ശരിയല്ലല്ലോ. ഞാൻ ബൈക്ക് വന്നോളാം അങ്കിളെന്ന് പറയും. അങ്ങനെ ഞാൻ ബൈക്കിൽ പോകും. അങ്ങനെ ഇവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഇവള് പറഞ്ഞു, അച്ഛാ എനിക്ക് വലിയ പ്രായമില്ല, ഒരു 34 വയസ്സേ എന്നുള്ളൂ. ഞാൻ ചെറിയ പ്രായത്തിൽ കുവൈറ്റിൽ മിനിസ്ട്രി MOHൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. എൻ്റെ അപ്പനാണ് എൻ്റെ വിവാഹം ആലോചന നടത്തിയത്. മാർത്തോമക്കാരനെ കൊണ്ട് തന്നെയാണ് കല്യാണം കഴിപ്പിച്ചത്. കല്യാണ നിശ്ചയത്തിൻ്റെ അന്നാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ വിവാഹം കഴിക്കുന്ന ആളിനെ ഞാൻ കാണുന്നത്. അന്ന് നമ്മുടെ ഇന്നത്തെ പോലെ തന്നെയുള്ള IMO സൗകര്യങ്ങളോ ഇങ്ങനെ വീഡിയോ സൗകര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം പിള്ളേരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിന് മുമ്പേ അവർ IMOയിലൊക്കെ കണ്ട് കല്യാണത്തിന് വരുമ്പോൾ അവർക്ക് പിന്നെ കാണിയേ വേണ്ട, പിന്നെ സംഘർഷങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ കാഴ്ചയെല്ലാം പോകും. ഇതങ്ങനൊന്നും കണ്ടിട്ടില്ല. വിവാഹം കഴിഞ്ഞു, തിരിച്ചു പോയി, അദ്ദേഹം അവിടെ തന്നെയാണ്. അച്ഛാ എനിക്ക് എൻ്റെ നടുവിന് കാര്യമായ പ്രശ്നമുണ്ട്, ഞാനതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ പറഞ്ഞാൽ, അച്ഛാ എൻ്റെ നടുവിൻ്റെ കണ്ണി അകന്നുപോയി. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജോലി ഭാരവുമായി ബന്ധപ്പെട്ട നേഴ്സുമാരായിട്ടൊക്കെ ജോലി ചെയ്ത ആൾക്കൊക്കെ അറിയാം, വലിയ പാടാണ്. എന്നല്ല, അങ്ങനല്ല അച്ഛാ സംഭവം. വിവാഹം കഴിഞ്ഞ് അവിടെ ചെന്നതിൻ്റെ പിറ്റേന്ന് മുതൽ എൻ്റെ ഭർത്താവ് എന്നെ ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. അവൻ്റെ മർദ്ദനം ഏറ്റേറ്റ് എൻ്റെ നടുവിൻ്റെ കണ്ണി അകന്നുപോയി. അവിടെ നിന്നാൽ എനിക്ക് എന്നെ മരണം തന്നെ സംഭവിക്കുമെന്ന് പേടിച്ച് എൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടു കൂടി ഞാൻ ലാപ്ടോപ്പ് മാത്രം എടുത്ത് ഞാൻ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് വന്നു. കോട്ടയത്തിനടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്താൻ കൊണ്ടുപോയി. ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ ട്രീറ്റ്മെൻറ്റ് റിവേഴ്സ് ട്രീറ്റ്മെൻ്റ് ആയിപ്പോയി. എൻ്റെ നടുവിൻ്റെ കണ്ണി അടുക്കുന്നതിന് പകരം കണ്ണി കൂടുതൽ അകന്നു. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പലയിടത്ത് കൊണ്ടുപോയി കാണിച്ചു. ഒരു പരിധി വരെ ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് തിരിച്ച് ജോലിക്ക് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എനിക്ക് ആകെ ആശ്വാസം ഞായറാഴ്ച പള്ളി വരുന്നതാണ്. എനിക്ക് ആകെ ആശ്വാസം. ഞാൻ എൻ്റെ കുടുംബ പള്ളിയിൽ ഞായറാഴ്ചകളിൽ പോകും. നമ്മുടെ നാട്ടിൽ ആളുകൾക്കൊരു കുഴപ്പമുണ്ട്. ആരെങ്കിലും ഒരു പാവപ്പെട്ടവനോ പാവപ്പെട്ടവളോ ഗൾഫിൽ നിന്ന് വന്ന് കയറുന്നതിൻ്റെ മുമ്പേ ചോദിക്കും, എന്നാ പോന്നെ. അപ്പം ഇവള് പള്ളിയിലോട്ടും കൂടെ ചെന്ന് കഴിയുമ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, പോന്നില്ലയോ, എന്നാ പോന്നേ. രണ്ടാമത് വേറൊരു പ്രശ്നം കൂടെ നമ്മുടെ ആളുകൾക്കുണ്ട്. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ ചോദിച്ചു തുടങ്ങും, വിശേഷമൊന്നും ആയില്ലയോ. ഇവിടെ പുല്ലംകോട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞങ്ങളുടെ വാളകത്തും പൊടിയായിട്ടുള്ളതിലൊക്കെ ഉണ്ട്. ഇവക്ക് ഈ പ്രശ്നം. ഗൾഫിൽ നിന്ന് വന്നു, തിരിച്ചു പോകാൻ പറ്റുന്നില്ല, വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങളില്ല. അച്ഛാ ഈ ചോദ്യം കേട്ട് ഞാൻ മടുത്തു. ഞാൻ അവിടെ നിന്ന്, എൻ്റെ സഹോദരിക്ക് മാത്രമേ ഈ പ്രശ്നം അറിയാവൂ, എൻ്റെ സഹോദരനും നാത്തൂന് അറിയില്ല. ഞാനിവിടെ വന്ന് ഒരു ചെറിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇവിടെ ആകുമ്പോൾ ഞായറാഴ്ച പള്ളി വന്നാൽ എനിക്കിങ്ങനെ സങ്കടപ്പെടാം, പ്രാർത്ഥിക്കാം, തിരിച്ചു പോകാം, ആരും അന്വേഷിക്കത്തില്ല. ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, അവരെ ഒരുമിച്ചാക്കാനുള്ള ശ്രമമൊക്കെ നടന്നില്ല. ഞാൻ വരാറായപ്പം അവൾ എന്നെ പാസനേജിൽ കാണാൻ വന്നു. എന്നിട്ട് ചോദിച്ചു, അച്ഛൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോവുകയാണല്ലേ? ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, അച്ഛാ ആരൊക്കെ എന്നെ കൈവിട്ടാലും എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല എന്ന് ഉറപ്പാണ് ജീവിതാനുഭവങ്ങളിൽ ഇങ്ങനെ തരണം ചെയ്ത് ജീവിക്കുവാൻ എനിക്ക് പ്രേരണ നൽകുന്നത്. ഒരുമിച്ച് സാക്ഷ്യ ഉടമ്പടി നടത്താൻ പോവുകയാണ്. ദൈവം നമ്പുരാൻ നമ്മെ അറിഞ്ഞോ അറിയാതെയോ വല്ലാതെ അനുഗ്രഹിക്കുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. അവിടെ ഒരു കാരണവശാലും
ദൈവത്തെ മറന്ന് മുമ്പോട്ട് പോകുവാൻ ഇടയായിട്ട് തീരരുത്. നാളെ 33.5 വയസ്സുകാരൻ്റെ പച്ച ശരീരവും രക്തവും സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് നമ്മുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. 33.5 വയസ്സുകാരൻ എന്ന് ഞാൻ പറഞ്ഞത് പിടി കിട്ടിയോ? 33.5 വയസ്സെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഞാൻ പറയും കല്ല് തിന്നുന്ന പ്രായമാണ്. ഈ കല്ല് തിന്നുന്ന പ്രായത്തിൽ ഈ മനുഷ്യൻ്റെ ശരീരവും രക്തവും നമ്മൾ നാളെ സ്വീകരിക്കാൻ പോവുകയാണ്. പറഞ്ഞു, കർത്താവേ, എൻ്റെ കുടുംബ ബന്ധങ്ങളിലെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുവാൻ ഒരു കാരണവശാലും ഇടവരരുത്. ഞാൻ എൻ്റെ വീടിനെ ഒരു കൽക്കൂമ്പാരമായിട്ട് ഉയർത്തി നിർത്തുവാൻ ഈ രാത്രിയിൽ ശ്രമിക്കുകയാണ്. നീ എന്നെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പറയുവാൻ ഇടയായിട്ടതും. 2, പൂർവികതയെ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ അപ്പനും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ വല്യപ്പനും നിങ്ങളുടെ വല്യമ്മയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരാധിച്ചിരുന്ന ഈ ദൈവത്തെ ഈ സഭയോട് മുറുകെ പിടിച്ചുകൊണ്ട് അതിന് എത്ര ഉന്നത നിലയിലെത്തിയാലും സമ്പാദ്യങ്ങളിലെത്തിയാലും മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ നാളുകളിൽ ഇടയായിട്ട് തീരുക എന്നുള്ളത് പ്രധാനമാണ്. തീത്തോസ് തിരുമേനി മാരാമൻ കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു സംഭവം തിരുമേനി കൊട്ടാരക്കരയെ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പറഞ്ഞ് ഞാൻ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കാം. തിരുമേനി നമ്മുടെ മദ്രാസിൻ എപ്പിസ്കോപ്പ. അദ്ദേഹം MDH പഠിച്ചത് ബാംഗ്ലൂരിലെ ധർമ്മരാം കോളേജിലാണ്, കത്തോലിക്ക കോളേജാണ്. എന്ന് രാവിലെ അദ്ദേഹം നടക്കാൻ പോകുന്ന പതിവുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കത്തോലിക്കയിലെ അച്ഛനും നടക്കാൻ പോകും. എന്നും രാവിലെ നടക്കാൻ പോകുന്ന കത്തോലിക്കയിലെ അച്ഛനും തീത്തോസ് തിരുമേനി എന്ന അച്ഛനാണ്. അദ്ദേഹത്തോട് തമാശകൾ പറയും. ഇവർ തമാശ പറഞ്ഞാണ് നടന്നു പോകും. എന്നാൽ ഒരു ദിവസം ഈ കത്തോലിക്കയിലെ അച്ഛൻ്റെ മുഖം വളരെ മ്ലാനമാണ്. അദ്ദേഹം തമാശ പറയുന്നില്ല, സങ്കടമാണ്. അപ്പോൾ നമ്മുടെ തിരുമേനി ചോദിച്ചു, സഹോദര പട്ടക്കാരാ, എന്തു പറ്റി? ഇന്ന് കോമഡിയും തമാശയൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ആ കത്തോലിക്കയിലെ അച്ഛൻ പറഞ്ഞു, ഇന്നേക്കും 10 വർഷം മുമ്പേ ഈ ദിവസം ഞാൻ ഓർക്കുകയാണ്, ഈ പർട്ടിക്കുലർ ഡേ. അപ്പോൾ ചോദിച്ചു, എന്തു പറ്റി? അന്ന് ഞാൻ 10 വർഷം മുമ്പ് ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ പള്ളികളിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ചെറിയ ചെറിയ പള്ളികളാണ് കത്തോലിക്ക സഭയുടെ, ചെറിയ ചെറിയ പള്ളികളിൽ. അവർക്ക് രാവിലെ കുർബാനയുണ്ട്, വെളുപ്പാൻ കാലത്ത് കുർബാനയുണ്ട്, എല്ലാ ദിവസവും ഉണ്ട് കുർബാന. ഒരു ദിവസം വെളുപ്പാൻ കാലത്ത് ഞാൻ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാൻ എൻ്റെ അടുത്തൊരു പള്ളിയിലേക്ക് പോവുകയാണ്. അല്പം ദൂരമുണ്ട്, ബൈക്കിൽ പോകണം. തലേന്ന് ഭയങ്കരമായ മഴ, നല്ല കാറ്റ്. ഹൈറേഞ്ചിലൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് അറിയാം, രാവിലെ പോയാൽ മൂടൽ മഞ്ഞുണ്ടായതുകൊണ്ട് കാഴ്ചയുടെ പരിമിതിയുണ്ട്, കാഴ്ച വളരെ കുറവാണ്. നമുക്ക് എതിരെ വരുന്ന വണ്ടി കാണാൻ പറ്റില്ല, റോഡ് കാണാൻ പറ്റില്ല, അടുത്തെല്ലുമ്പോഴേ കാണാൻ പറ്റും, മൂടൽ മഞ്ഞുണ്ട്. ഞാൻ എൻ്റെ ബൈക്കുമായി ഒരു ഇറക്കമിറങ്ങി വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ തലേന്ന് പെയ്ത മഴയിലും കാറ്റിലും ഒരു മരം കടപുഴുകി റോഡിൻ്റെ കുറുകെ വീണ് കിടക്കുകയാണ്. എൻ്റെ ബൈക്ക് പോയി ആ മരത്തിലിടിച്ചു. ഞാൻ കണ്ടില്ല. ഇടിച്ച് ഞാൻ താഴെ വീണു. ബൈക്ക് എൻ്റെ ദേഹത്തേക്ക് വീണു, എൻ്റെ കാലിൻ്റെ മുകളിൽ വീണു. എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. എഴുന്നേക്കാനുള്ള ശ്രമം അടുത്തെങ്ങും ആരുമില്ല, ഇരുട്ടാണ്. എഴുന്നേക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത്, ഞാൻ വന്ന അതേ ദിശയിൽ നിന്നും ഒരു ടെമ്പോ വാൻ പാഞ്ഞു വരുന്നതാണ് ഞാൻ കേൾക്കുന്നത്. ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മലനാട് മിൽക്കിൻ്റെ വണ്ടിയാണ്, മലനാട് പാല് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഞാനത് ഇടയ്ക്കൊക്കെ കാണാറുള്ള വണ്ടിയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എനിക്കുള്ള കാഴ്ചയുടെ പരിമിതി പോലെ തന്നെ ആ ടെമ്പോ വാനിൻ്റെ ഡ്രൈവറിനും ആ കാഴ്ചയുടെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് ആ മനുഷ്യൻ, ഈ അച്ഛൻ, ആ നടു റോഡിൽ എഴുന്നേക്കാൻ പറ്റാതെ അദ്ദേഹത്തിൻ്റെ മരണത്തെ മുഖാമുഖം കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മരിക്കും എന്ന് ഉറപ്പിച്ചു. കാരണം അയാൾ സഡൻ ബ്രേക്ക് ചെയ്താലും അതിൻ്റെ മുൻചക്ര എൻ്റെ ദേഹത്ത് കയറി നിൽക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ഈ കത്തോലിക്ക സഭയിലെ അവസാനത്തെ റൂഷ്മ ഇങ്ങനെയാണ്, ഇനി ഒരു ബലി അർപ്പിക്കാൻ വന്നില്ലെങ്കിൽ എന്നാണ് അവരുടെ അവസാന 4th റൂഷ്മ. അങ്ങനെയാണ് അവസാനത്തെ റൂഷ്മ. ഇനി ഒരു കുർബാന അർപ്പിക്കാൻ വന്നില്ല, അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ മനസ്സിൽ ഞാൻ ആ റൂഷ്മ ചൊല്ലി മരിക്കാൻ തയ്യാറാകുകയാണ്. കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കേൾക്കുന്നത്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഈ ടെമ്പോ വാൻ തൊട്ടടുത്ത കൊക്കയിലേക്ക് കുത്തിമറിഞ്ഞു പോകുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ഈ വലിയ ശബ്ദം കേട്ടപ്പം ആളുകളൊക്കെ ദൂരെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയ ആളുകളൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു. ഓടി വന്നപ്പോൾ അവർ എന്നെ കണ്ടു. അവർ വിചാരിച്ച് എന്നെ ഇടിച്ചിട്ടാണ് ഈ വണ്ടി പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഇടിച്ചിട്ടല്ല, ഞാൻ നേരത്തെ വീണു, എൻ്റെ പിറകെ വന്ന വണ്ടിയാണ് മറിഞ്ഞ് താഴെ കൊക്കയിലേക്ക് പോയത്. അച്ഛനെ ആളുകൾ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം അവിടെ പോയി ആളുകളുടെ കൂടെ ചെന്നപ്പോൾ ഈ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അവന് ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്, മരിച്ചിട്ടില്ല. വെട്ടിപ്പൊളിച്ചെടുത്തു. അടുത്തുള്ള താലൂക്ക് ആശുപത്രി കൊണ്ടാക്കിയിട്ട് അച്ഛൻ വളരെ ലേറ്റായിട്ടൊന്ന് കുർബാന എടുക്കാൻ പോയി. കുർബാന എടുക്കാൻ പോയിട്ട് കുർബാന മധ്യേ സംഭവം പറഞ്ഞു. മുറിവുകളൊക്കെ, ചെറിയ മുറിവുകളൊക്കെ ഉണ്ട്.
അതുകൊണ്ടാണ് ലേറ്റ് ആയത്, ഇങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പള്ളിയിൽ ഇത് കേട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ അന്ന് ആക്സിഡൻറ്റ് പറ്റിയ ടെമ്പോ വാനിൻ്റെ ഡ്രൈവറിന് ബോധം വന്നിട്ടുണ്ട്, അച്ഛൻ പോയൊന്ന് കാണുന്നത് നല്ലതാണ്. ഈ അച്ഛൻ ഈ മനുഷ്യനെ കാണാനായിട്ട് അവിടെ പോയിട്ട് കുറേ നേരം അടുത്ത് പോയിരുന്നു. നിങ്ങൾ ഈ ഒരു രോഗിയെ കാണാൻ പോകുമ്പോഴേ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഈ മനുഷ്യൻ അവിടെ പോയി ചുമ്മാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നു, കയ്യെ പിടിച്ചപ്പം അവൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു. ഈ അച്ഛനും സങ്കടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അവൻ തല കുലുക്കി. അവന് ചെറുതായി സംസാരിക്കാം. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, സഹോദര, അന്ന് രാവിലെ എങ്ങനെയാണ് ടെമ്പോ വാൻ മറിഞ്ഞത്? അവൻ അച്ഛൻ്റെ കയ്യെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ടെമ്പോ വാൻ മറിഞ്ഞതല്ല, ഞാൻ മറിച്ചു കളഞ്ഞതാണ്. ഞാൻ അടുത്ത് വന്നപ്പോൾ ഒരു വെള്ളക്കുപ്പായം ധരിച്ചിരുന്ന ഒരു മനുഷ്യൻ റോഡിൽ കുറുകെ കമിഴ്ന്ന് കിടക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഇതുവഴി വണ്ടി ഓടിക്കുന്ന ആളാണ് ഞാൻ. എനിക്കറിയാം, ഞാൻ സഡൻ ബ്രേക്ക് ചെയ്താലും ഈ വാഹനം അച്ഛൻ്റെ ദേഹത്ത് കയറിയേ നിൽക്കുകയുള്ളൂ. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, ഒരു പാലുവണ്ടിക്കാരൻ ജീവിക്കണമോ ഒരു പട്ടക്കാരൻ ജീവിക്കണമോ? ഞാൻ തീരുമാനിച്ചു, പാലുവണ്ടിക്കാരൻ മരിച്ചാൽ ആ കുടുംബത്തിന് പോയി പാലുവണ്ടിക്കാരന് വേറെ ആളിനെ കിട്ടും. ഒരു പട്ടക്കാരൻ മരിച്ച അങ്ങനല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടി മറിച്ചു കളഞ്ഞതാണ് അച്ഛാ എന്ന് പറഞ്ഞു. തീത്തോസ് തിരുമേനി എന്ന അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പട്ടക്കാരൻ പറഞ്ഞു, ധർമ്മരാം കോളേജിൻ്റെ ക്യാമ്പസിൽ വെച്ച് പറഞ്ഞു, ഇന്നേക്കും 10 വർഷം മുമ്പ് ഒരു പാലുവണ്ടിക്കാരൻ ഇട്ടേച്ചു പോയ ജീവിതമാണ് അച്ഛാ ഈ ജീവിതം എന്ന് പറഞ്ഞു. എന്നെ പലപ്പോഴും വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന സംഭവമാണ് ഈ സംഭവം. എൻ്റെ രാത്രി പ്രാർത്ഥനകളിൽ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന സാക്ഷി അനുഭവമാണ് ഈ സാക്ഷി അനുഭവം. ഒരു പാലുവണ്ടിക്കാരൻ്റെ അത്രയും പോലും വിശ്വാസം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ എനിക്ക് സാധ്യമായിട്ട് തീരുന്നില്ല എന്നുള്ളത് എൻ്റെ ആത്മീയ പരാജയമാണ്. ഒരു പാലുവണ്ടിക്കാരൻ ഉണ്ടാക്കിയ അത്രയും വിശ്വാസം നിന്റെ സാക്ഷ്യ കൂടാരങ്ങളിൽ ഉയർത്താൻ, നിന്റെ കുടുംബജീവിതത്തിൽ ഉയർത്തുവാൻ, നിന്റെ മക്കളെ കൊണ്ട് ഉയർത്തി നിർത്തുവാൻ, നിന്റെ അമ്മയപ്പന്മാരുടെ സാക്ഷ്യ അനുഭവങ്ങളെ നിന്റെ കുടുംബജീവിതത്തിൽ ഇടവയോട് ചേർത്ത് നിർത്തുവാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇന്നെന്നെ വല്ലാതെ വെല്ലുവിളിക്കുന്ന അനുഭവമാണ്. യാക്കോബ് ലാബാന്റെ ഭവനത്തിലെ മുഴുവൻ സാധ്യതകളും കളഞ്ഞിട്ട് അമ്മയപ്പന്മാർ ഉയർത്തിയ സാക്ഷ്യ അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഗിലെയാദ് പർവ്വതത്തിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൽക്കൂമ്പാരം ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, ഇത് മിസ്പയാണ്, ഇത് കാവൽ മാടമാണ്, ഇത് സാക്ഷ്യത്തിൻ്റെ കൂടാരമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കുടുംബം സാക്ഷ്യത്തിൻ്റെ കൂടാരമാണ്. എൻ്റെ കുടുംബം സാക്ഷ്യം വിതറുന്ന അനുഭവമാണ്. എൻ്റെ കുടുംബം എൻ്റെ പൂർവ്വ മാതാപിതാക്കൾ ആരാധിച്ചിരുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന കുടുംബമാണ്. നഷ്ടപ്പെടുത്തി കളയരുത്. കണ്ണിലടയ്ക്കാം. ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ശാന്തമായി എഴുന്നേറ്റ് നിന്നാട്ട്. അവസാനത്തെ രാത്രിയാണല്ലോ. ഈ രാത്രിയിൽ എൻ്റെ സാക്ഷ്യം എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാട്ട്. കർത്താവേ, ഞങ്ങൾ നിന്നതല്ല, നീ ഞങ്ങളെ നിർത്തിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന് ഈ രാത്രിയിൽ പറയുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞോട്ടെ, ഹല്ലേലൂയ. നമ്മുടെ ആളുകളുടെ ആരാധിച്ചിരുന്ന ഇടമാണ് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ. എനിക്കറിയാം, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വന്ന ആളുകളെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പുല്ലങ്കോട്ട് നിന്ന് വന്ന ആളുകളെ എനിക്കറിയാം. ആ സാക്ഷ്യം നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ രാത്രിയാണല്ലോ, കഴിഞ്ഞ 2 രാത്രിയിലും ഈ രാത്രിയിലും കത്തിജ്വലിച്ച ദൈവവചനം ആമേൻ എൻ്റെ ഹൃദയത്തിൽ പരിവർത്തിക്കുവാൻ, സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും എൻ്റെ വീട്ടിലുണ്ടാകുവാൻ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകുവാൻ, എൻ്റെ സ്വകാര്യമായ ജീവിതത്തിലുണ്ടാകുവാൻ ഇടം നൽകല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശബ്ദമുയർത്തി പറയാം, പ്രൈസ് ദി ലോർഡ്. യാതൊരു ലജ്ജയും കൂടാതെ നിങ്ങൾക്ക് ശബ്ദമുയർത്തി പറയാം. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ RCC പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ RCC കിടക്കുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരെന്ന് പറഞ്ഞിട്ടുണ്ട്, സാറേ, അമ്മയെ ഒന്ന് വിളിക്കാനൊരു ആഗ്രഹം മാത്രമേ കിടക്കുന്ന ആളിനുള്ളൂ, വേറെ ഒന്നും വേണ്ട, നാവ് ഉയർത്തി അമ്മയെ എന്നൊന്ന് വിളിച്ചാൽ മതി. നമുക്ക് ദൈവം നാവ് നൽകിയിട്ടുണ്ട്, അതരങ്ങൾ നൽകിയിട്ടുണ്ട്, ശബ്ദം നൽകിയിട്ടുണ്ട്, തൊണ്ട നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന രാത്രിയാണ് ഈ രാത്രി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ, ഈ രാത്രിയിൽ എന്നോട് ഇടപെട്ട് എൻ്റെ സാക്ഷി അനുഭവങ്ങളിൽ എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിൽ കരുതി വലിയൊരളവ് അമർത്തി കുലുക്കി എനിക്ക് വേണ്ടി പങ്കുവെക്കുന്നവൻ, പകരം നൽകുന്നവൻ, ഈ രാത്രിയിൽ ഈ ആരാധന മധ്യേ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സാറിൻ്റെ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഇറങ്ങി വന്നിന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് കത്തിജ്വലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുവാൻ ഈ രാത്രിയിൽ ഇടയാകരുത്. എൻ്റെ ജീവിതത്തെയും കുടുംബ ജീവിതത്തിലെയും സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ,
ഇന്ന് വേണ്ട എന്ന് പറയുവാൻ ഇടയാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തിയ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, ഒരു പ്രശ്നമുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, നിന്റെ കുഞ്ഞിൻ്റെ വല്ലാത്ത രോഗം, നിന്റെ കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധി, നിന്റെ കുഞ്ഞിൻ്റെ കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധി, ഭവനങ്ങളിലെ പ്രതിസന്ധി, ഒരു വീടില്ലാതെ ഭാരപ്പെടുന്നത്. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം. ചേർന്ന് ഒരുമിച്ച് ശബ്ദം ഉയർത്തി പാടാം. യേശു കർത്താവ് ജീവിക്കുന്നു, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, ഏക ലോകത്തിൽ താനിനി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, ജയം. യേശു കർത്താവ് ജീവിക്കുന്നു എന്ന് ഉറപ്പുള്ള ആളുകൾ പ്രാർത്ഥിച്ചാട്ട് ഈ രാത്രിയിൽ. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമുണ്ടാകണം, എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു അത്ഭുതമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. കണ്ണുനീരിനെ തുരുത്തിയിൽ കരുതി വലിയൊരളവ് അമർത്തി കുലുക്കി ഞങ്ങൾക്ക് വേണ്ടി പങ്കു നൽകുന്നവൻ, പകരം നൽകുന്നവൻ ഞങ്ങളുടെ കർത്താവേ, വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവേ, മോശ മുൾപ്പടർപ്പിൽ കണ്ട ദൈവത്തിൻ്റെ ആത്മാവേ, ഇസ്രായേൽ ചേർന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി ഞങ്ങളുടെ കൂടെ നടന്ന ദൈവത്തിൻ്റെ ആത്മാവേ, എല്ലാം നഷ്ടപ്പെട്ട് മരുഭൂമിയിൽ, ബർശബ മരുഭൂമിയിൽ ഉടറി നടന്ന ഹാഗാറിന്റെ മുമ്പിൽ തെളിനീര് ഉറവ ഒരുക്കി കൊടുത്ത ദൈവത്തിൻ്റെ ആത്മാവേ, ആദിമസഭയിൽ കത്തിജ്വലിച്ച ദൈവത്തിൻ്റെ ആത്മാവേ, ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് കത്തിജ്വലിക്കണമേ കർത്താവേ. ഈ രാത്രിയിൽ നിന്റെ മുഖം ഞങ്ങൾ കാണുകയാണ്. 7 വിളക്കിൻ്റെ നടുവിൽ പ്രശോഭിതപൂർണനായി മാറത്ത് പൊൻകച്ചണിഞ്ഞുകൊണ്ട് നിന്റെ സാമീപ്യം ഈ രാത്രിയിൽ, ഹല്ലേലൂയ, ഈ ഭവനത്തിലേക്ക് ഇറങ്ങി വരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് നൊമ്പരപ്പെടുന്നത്? ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ജീവിത സാഹചര്യം നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അന്നേക്കുള്ള അന്നം എങ്ങനെ കിട്ടും എന്ന് സങ്കടപ്പെട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തിയ ഒരു കരമുയർത്തിയ ഒരു സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറയണ്ട ഹല്ലേലൂയ. ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കളുടെ സാക്ഷ്യം ഞങ്ങളും ഞങ്ങളുടെ തലമുറയും നഷ്ടപ്പെടുത്തി കളയാൻ ഇട നൽകല്ലേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. സങ്കടങ്ങളുടെ മധ്യേയും അവർ ദൈവത്തെ ആരാധിച്ചു, പ്രൈസ് ദി ലോർഡ്. സംഘർഷങ്ങളുടെ മധ്യേ അവർ ദൈവത്തെ ആരാധിച്ചു. ഞങ്ങളെ ഇന്ന് നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഹൃദയത്തെ ഇപ്പോൾ നൊമ്പരപ്പെടുന്ന ഒരു പ്രതിസന്ധി നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട്. ഞാൻ അനേകമിടങ്ങളിലെ പ്രസംഗങ്ങളുടെ അവസാനങ്ങളിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അനേകം ആളുകളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടന്നുവെന്ന് സാക്ഷ്യം പറയുന്നത് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബവാര ധ്യാന യോഗത്തിൻ്റെ 3ാമത്തെ രാത്രിയിൽ, അവസാന രാത്രിയിൽ, ശനിയാഴ്ച രാത്രിയിൽ, സെപ്റ്റംബർ മാസം 27-ാം തീയതി രാത്രിയിൽ മഴ മാറി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ I need your touch and I need your presence. I need to feel you. എനിക്ക് നിന്റെ കരസ്പർശനം അനുഭവിച്ചുകൊണ്ട് തിരിച്ചു പോകുവാൻ എന്നെ ഇടയാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. അനേകം ആളുകളുടെ ഹൃദയത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം ആളുകളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാമത്. അനേകം ആളുകൾ, എനിക്ക് നിങ്ങളുടെ പേരറിയില്ല, അനേകം ആളുകൾ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇറങ്ങി വന്നാട്ട്, തൊട്ടാട്ട്, ശക്തീകരിച്ചാട്ട്, കെട്ടുകളെ ഈ രാത്രിയിൽ പൊട്ടിച്ചാട്ട്, സകല പൈശാചിക ബന്ധനങ്ങൾ മാറിയാട്ട്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കണ്ണുനീരിനെ കാണണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ എൻ്റെ മേൽ ചൊരിഞ്ഞ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവേ, എന്നോട് ഇടപഴകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.
ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, കഴിഞ്ഞ 3 രാത്രിയിലും വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ നിന്നതല്ല, നീ ഞങ്ങളെ നിർത്തിയതാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജസ്റ്റിനച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സംഘതമായി ഈ കാലഘട്ടത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയ മകനെ ദൈവം തമ്പുരാനടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ മാതാവിനെ ഓർക്കുന്നു, കൊച്ചുമേയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നടത്തിയ വഴികളും പുലർത്തിയ വിധങ്ങളും നന്ദിയോടെ ഓർക്കുന്നു. മറ്റ് പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പുല്ലങ്കോട് മാർത്തോമായുടെ വകയിൽ പ്രിയപ്പെട്ടവരെ രാത്രിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ. നാളത്തെ ആരാധനയിൽ നീ കൂടെ ഇരിക്കണമേ. ഇത്രത്തോളം വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഞങ്ങളെ സ്പർശിക്കണമേ. സകല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ശാന്തമായിട്ട് ഇരുന്നാട്ടം. പാട്ട് പാടുന്ന സമയത്ത് സ്തോത്രാഴ്ച സമർപ്പിക്കാവുന്നത്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹേ ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. ഇപ്പോൾ കൃതജ്ഞത ശ്രീ ബി ബാബുകുട്ടി സാറ് അറിയിക്കുന്നതായിരിക്കും. ഏറ്റവും ബഹുമാനിതനായ
നമ്മുടെ യോഗാധ്യക്ഷൻ ജസിനച്ചൻ, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയും നമ്മുടെ ശ്രദ്ധാകേന്ദ്രവുമായ ജോൺ ജി വർഗീസ് അച്ഛൻ, വന്നുകൂടപ്പെട്ട ദൈവജനങ്ങളെ, നമ്മുടെ പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ കുടുംബവാരം 2025 മൂന്നാമത്തെ ദിനം, അതായത് വാരത്തിൻ്റെ സമാപനവും നാളെ നാം കുടുംബ ദിനമായും ആചരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഇന്നുകൂടി 3 ദിവസങ്ങളിലും പ്രതികൂലമായ കാലാവസ്ഥയിലും അനുകൂലമായ ഘടകങ്ങളായി ധാരാളം ആളുകൾക്ക് ഇതിൽ സംബന്ധിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജസനച്ചനാണ്. ഈ കുടുംബവാര ആലോചന യോഗം മുതൽ ഇന്ന് വരെ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ചെറുതും വലുതുമായ കാര്യങ്ങൾ നേരിട്ടും ഫോൺ വഴിയും വാട്സാപ്പ് വഴിയും ഇത് കൃത്യതയോടും ഭംഗിയോടും ജനാധിപത്യ രീതിയിലും നടക്കുവാൻ വേണ്ടി അച്ഛൻ ധാരാളം ശ്രമിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്നത്തെ ഈ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രിയ അച്ഛനോടുള്ള ഇടവകയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും ആദരപൂർവ്വം അറിയിക്കുന്നു. ഏറെ ബഹുമാനിതനായ ജോൺ ജി വർഗീസ് അച്ഛൻ, നമ്മുടെ മാതൃ ഇടവകയംഗം, നമ്മുടെ ഇടവകയിൽ നിന്നും 2 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന നമുക്കേവർക്കും പരിചിതനായ ബഹുമാനിതനായ അച്ഛൻ, തിരുവചന സത്യങ്ങളെ ജീവിത അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വളരെ സരസമായി ലളിതമായി ജനഹൃദയങ്ങളിൽ എത്തിച്ച പ്രിയ ജോൺ ജി വർഗീസ് അച്ഛനോട് പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും ആദരപൂർവ്വം അറിയിക്കുന്നു. അതോടൊപ്പം അച്ഛനോട് ഒരാശംസ കൂടിയുണ്ട്. ദൈവം അനുവദിച്ചാൽ സമീപ ഭാവിയിൽ നമ്മുടെ ഇടവകയിൽ ഒരു പ്രോഗ്രാമിന് ഒരു നോട്ടീസ് അച്ചടിച്ച് നാം ഒരു പ്രോഗ്രാം നടത്തേണ്ടി വന്നാൽ അച്ഛൻ്റെ പേരിന് ഒരു മാറ്റം ഉണ്ടാകും. ആ മാറ്റത്തിനുള്ള ആശംസ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. റവറൻ ഡോക്ടർ ജോൺ ജി വർഗീസ്, പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ ആശംസകൾ നേരുന്നു. അച്ഛൻ, നമ്മുടെ ഈ സംഘാടനത്തിൽ നമ്മുടെ കൈസ്ഥാന സമിതിയുടെ സാന്നിധ്യവും അവരുടെ ഉപദേശങ്ങളും ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. അതോടൊപ്പം തന്നെ ചുമതലക്കാരോടും കൈസ്ഥാന സമിതിയോടും ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിൽ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ച നമ്മുടെ മുൻ ഇടവക വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയ ബെഞ്ചമിൻ ഇന്ന് കൂടിയ ഏവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് സങ്കീർത്തനം വായിച്ച് സഹായിച്ച ശ്രീമതി പ്രീതി ശിവ മാഡത്തോട് പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ഈ ഭവനം വളരെ മനോഹരമായി നമുക്ക് പ്രകൃതിയുടെ കാലാവസ്ഥയിലും അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഒരുക്കി തയ്യാറാക്കിയ ഈ വീടിൻ്റെ ഗ്രഹനാഥൻ ശുഭസാറ്, അതോടൊപ്പം തന്നെ പ്രീതി മാഡൻ, 2 പേരോടും പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ ഈ കൂട്ടത്തിനിടയിൽ നമ്മളാരും അറിയാതെ നമ്മുടെ ഗാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘം ആളുകൾ ഇതിൻ്റെ ഇടയിലുണ്ട്. പള്ളിയിലാണെങ്കിൽ നമ്മൾ ഗായക സംഘാംഗങ്ങളെന്ന് തിരിച്ചറിയും. ഇവരിവിടെ തിരിച്ചറിയാത്ത രീതിയിൽ ഗാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അത് നമ്മുടെ ഇടവജനങ്ങൾക്ക് പാടുവാൻ കഴിയുന്നു. ഏറെ മനോഹരമാണ്, ഏറെ ഹൃദ്യമാണ്. മുഴുവൻ ഗായക സംഘ അംഗങ്ങളോടും പുല്ലങ്കോട് ഇടവകയുടെ നന്ദി ആത്മാർത്ഥമായി അറിയിക്കുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിലും കൃത്യസമയത്ത് ഇവിടെ ആളുകളെ എത്തിക്കുവാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കലാലയം ലൂക്കോസ് എബ്രഹാമാണ്. പ്രിയ ലൂക്കോസ് എബ്രഹാമിനോട് പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന ഏവരോടുമുള്ള നന്ദിയും, ഇന്ന് നമ്മുടെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പ്രിയ റോബിൻ അറയ്ക്കലിനോടും ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ഫിലിപ്പോദേശി പ്രാർത്ഥിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ ആശീർവാദത്തിന് ശേഷം നമുക്ക് ശാന്തമായിട്ട് പിരിയും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസം ഞങ്ങളോടുകൂടെ നീ സംവാദിച്ചു കൊണ്ടിരുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, യാക്കോബിൻ്റെയും ലാബാൻ്റെയും ചരിത്രത്തിൽ നിന്ന് കർത്താവേ സ്തോത്രം, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ തൊക്കണം നീ അവിടുന്ന് ഇടയാക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സാക്ഷ്യ കൂടാരം ഉയർത്തിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഹല്ലേലൂയ സാക്ഷ്യത്തിൻ്റെ കൂടാരമായി മാറുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കർത്താവേ ലോകത്തിൽ ഹല്ലേലൂയ കാര്യങ്ങളെ നേടുവാൻ തൊക്കണം ശക്തരാകുന്നതെന്ന് മനസ്സിലാക്കുവാൻ തൊക്കണം ഇടയാക്കണമേ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണ്മയിലേക്ക് നടത്തിയ സർവശക്തനായ ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരു ദിവസം പോലും ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആർക്കും ഇടയാക്കരുത് എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ അനുഭവങ്ങൾ ഈ ദേശത്തിൽ ഹല്ലേലൂയ അനേകർക്ക് സാക്ഷ്യമായി തീരുവാൻ തൊക്കണം നീ അവിടുന്ന് ഇടയാക്കണമേ. സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ അവിടുന്ന് നീക്കിക്കളഞ്ഞ് കർത്താവെ ഞങ്ങൾ നിൻ്റെ മക്കളായി ശോഭിക്കുവാൻ ഈ ദേശത്തിൽ ഹല്ലേലൂയ കർത്താവിനെ ഉയർത്തുവാൻ തൊക്കണം നീ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, അച്ഛനെ നിൻ്റെ ആലോചന കൊടുത്ത് ഞങ്ങളുടെ മധ്യ അയച്ചരായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ഹല്ലേലൂയ തുടർന്നും പ്രസവിക്കുവാൻ തൊക്കണം നീ അവിടുന്ന് ഇടയാക്കണമേ. ഇപ്പോഴുള്ള ഹല്ലേലൂയ ഡോക്ടർ പഠന കാര്യങ്ങളിലൊക്കെ നിൻ്റെ സഹായം സാന്നിധ്യം ഉണ്ടായിരുന്ന ഹല്ലേലൂയ സ്തോത്രം നല്ല പദവിയിലേക്ക് ഉയരുവാൻ തൊക്കണം. തുടർന്ന് അച്ഛനെ നീ ഇടയാക്കണമേ. കുടുംബമായി നീ അനുഗ്രഹിക്കണമേ. ജസനച്ചനായി പ്രാർത്ഥിക്കുന്നു, കൊച്ചമ്മയ്ക്കായി കുഞ്ഞുങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കായി കൂടി വരുവാനായിട്ട് കർത്താവെ ഭവനം ഇന്ന് ഒരുക്കിയനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ ഹല്ലേലൂയ ഈ ഭവനത്തോടു കൂടെ ഉണ്ടായിരുന്നു നീ അവിടുന്ന് പരിപാലിക്കുകയും സഹായിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവേ നീ കൂടുതലായി ഭവനത്തോടു കൂടെ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ സന്നദ്ധാടന പ്രവർത്തന മേഖലയിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു നീ അവിടുന്ന് പരിപാലിക്കണമേ. കർത്താവേ സ്തോത്രം, നിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ തൊക്കെ ഇടയാക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. കൂടി വന്ന ഞങ്ങളെല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. ആവശ്യമായ കൃപകളാൽ ഇത്രത്തോളം നടത്തിയനായ സ്തോത്രം. ഈ 3 ദിവസങ്ങളിലും കർത്താവേ മാറ്റമില്ലാത്ത നിൻ്റെ തിരുവചനങ്ങൾ നിൻ്റെ ഭൃത്യന്മാരിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ തൊക്കണം നീ അവിടെ നിന്ന് നൽകിയനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ മടങ്ങി പോകട്ടെ കർത്താവേ. ഞങ്ങൾ കേട്ട വചനങ്ങളൊക്കെ വീണ്ടും ഞങ്ങളുടെ ഹൃദയത്തിൽ ആലോചന ചെയ്ത് കർത്താവേ ഞങ്ങളുടെ കുടുംബജീവിതത്തെയൊക്കെ ക്രമപ്പെടുത്തുവാൻ തൊക്കണം നീ അവിടെ നിന്ന് സഹായിക്കണമേ. കുറവുകളൊക്കെ അവിടെ നിന്ന് ക്ഷമിക്കണമേ. നാളത്തെ വിശുദ്ധ ഹല്ലേലൂയ ആരാധനയിൽ നിൻ്റെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. നിൻ്റെ തിരുരക്തവും തിരുശരീരവും കർത്താവേ ഞങ്ങൾ അനുഭവിക്കുവാൻ തൊക്കണം. ഞങ്ങളെല്ലാവരെയും യോഗ്യതാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണം കർത്താവേ നാളെ ഹല്ലേലൂയ ശരിയായി കർത്താവേ അത് പ്രാബല്യമാകുവാൻ തൊക്കണം നീ ഇടയാക്കണമേ. കൂടി വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൃപയിൽ കാക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഉണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവും പുത്രനും പരിശുദ്ധവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപാനുഗ്രഹങ്ങൾ കാവൽ കരുതൽ ഇന്നത്തെ നമ്മുടെ കൂടിവരവിനോടും നാളത്തെ ആരാധനയോടും പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ നേർന്നു നൽകുന്ന പ്രിയപ്പെട്ട അച്ഛനോടും വിശ്വാസ സമൂഹത്തോടും ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവരോടും ഇന്ന് രാത്രിയിലെ സുഖകരമായ ഉറക്കത്തോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 2 കാര്യങ്ങളുടെ അറിയിക്കട്ടെ. നാളെ രാവിലെ 8:30 വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മാത്യൂസ് കറിയാച്ചനായിരിക്കും നേതൃത്വം നൽകുന്നത്. കുടുംബമായി ഇരിക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഇടവകയിൽ സ്ഥലപരിമിതി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും കഴിവുള്ളിടത്തോളം കുടുംബമായിരിക്കുകയും കുടുംബമായി വന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഇവിടുത്തെ ഒരു തൂവനാട്ടെന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ളവരൊക്കെ ഒരുമിച്ച് വന്നിരുന്ന് കുർബാന കൊള്ളുന്ന രീതിയാണ്. ഇവിടെ എങ്ങനെയാണോ അങ്ങനെ തന്നെ തുടരുക. ഞാൻ പുതിയ രീതിയൊന്നും കൊണ്ടുവരുന്നൊന്നുമില്ല. അപ്പം ഒരുമിച്ച് കുടുംബമായിട്ട് കൈക്കൊള്ളുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കട്ടെ. ഏകദിന വരുമാന സമർപ്പണം ഉണ്ടല്ലോ, പ്രാർത്ഥനയോടുകൂടി അതിന് ഒരുങ്ങി വരണം. പ്രാർത്ഥന യോഗത്തിൻ്റെ ക്രമം അനുസരിച്ചാണല്ലോ നമ്മളെല്ലാ വർഷവും മുമ്പോട്ട് വന്ന് സമർപ്പിക്കുന്നത്. ഈ വർഷം അങ്ങനെ തന്നെയായിരിക്കും. അതിലൂടെ എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ഒരു വാക്ക് നന്ദി ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ ചുമതലക്കാരെ കൈസ്ഥാന സമിതി അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ പ്രാർത്ഥന യോഗങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിനും വേണ്ടുന്ന നേതൃത്വം കൊടുക്കുന്നതിനും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു. അവരോടുള്ള ഇടവക ചുമതലക്കാരോടും കൈസ്ഥാന സമിതി അംഗങ്ങളോടുള്ള പ്രത്യേക നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്.
ഈ 3 ദിവസവും 3 വീടുകൾ, ഒരുപാട് ഭാരിച്ചതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ. എന്നാലും മടി കൂടാതെ വളരെ താല്പര്യത്തോടുകൂടി 3 വീടുകളും നമുക്ക് വേണ്ടി തുറന്നു തന്നു. 3 കുടുംബാംഗങ്ങളോടുള്ള എല്ലാവരുടെ പേരിലുള്ള, ഇടവകയുടെ പേരിലുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയ ഫിലിപ്പ് ഉപദേശി 3 ദിവസവും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം നൽകി. പ്രിയ ഉപദേശിയോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നാളെ നമുക്ക് ഒരുമിച്ച് കൂടി വരുവോളം ദൈവം നമ്മളെല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. ഈ പ്രിയ ഭവനത്തെയും പ്രത്യേകിച്ച് ഷിബുസാറിനെയും കുടുംബമായിട്ട് ഓർക്കുന്നു. ദൈവം എല്ലാവരുടെയും ശുശ്രൂഷകളൊക്കെ മാനിക്കട്ടെ. ഒരിക്കൽ കൂടി പ്രിയ ജോൺ ജി വർഗീസ് അച്ഛനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് മൈക്ക്, ലൈറ്റ്, സൗണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി, റോബിനോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വരുന്ന ആഴ്ച നമ്മൾ ഇടവ മിഷൻ്റെ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. 1-ാമത്തെ ദിവസം ബുധനാഴ്ച കോശി കുഞ്ഞാൻ്റെ വീട്ടിൽ വെച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട VT തോമസ് അച്ഛനാണ് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട്, വ്യാഴം പ്രാർത്ഥനയില്ല, വെള്ളിയാഴ്ച വൈകിട്ട് നമ്മൾ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുള്ളത് ശ്രീ ഷാജി ജോണിൻ്റെ ഭവനത്തിൽ വെച്ച്, ജൂബിയുടെ ഭവനത്തിൽ വെച്ചാണ്. അന്ന് ബെൻസൺ വിലങ്ങറയാണ്, സുശേഷൻ ബെൻസൺ വിലങ്ങറയാണ് ദൈവവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. 3-ാമത്തെ ദിവസം ശനിയാഴ്ച വൈകിട്ട് നമ്മൾ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത് അയണുവിളയിൽ തോമസിൻ്റെ ഭവനത്തിൽ വെച്ച്, മഞ്ജുവിൻ്റെ ഭവനത്തിൽ വെച്ചാണ്. അന്നത്തെ ദിവസം ദൈവവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഇവാഞ്ചലിസ്റ്റ് സാബു പുല്ലാടാണ്. അദ്ദേഹമാണ് ഞായറാഴ്ചയും വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഈ പങ്കാളിത്തം ഇടവ മിഷൻ്റെ പ്രാർത്ഥനകളിലും ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഭക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾക്കായിട്ട് സ്തോത്രം. പാഞ്ചിത കരങ്ങളെ ബലപ്പെടുത്തണം, മുഖാന്തരങ്ങളെ വാഴ്ത്തണം, ഭക്ഷ്യ ജലപ്പെട്ട് നിനക്ക് വേണ്ടി ജീവിക്കാം. മശ്യാമൂലം ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമേ. ആമേൻ. ഇന്നലത്തെ പോലെ തന്നെ ഇരുന്നാൽ മതി, അവിടെ നിങ്ങളുടെ കൈകളിൽ ഭക്ഷണം എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു.